ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ നന്നാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. റിപ്പയർ ചെയ്യുക എന്നൊക്കെയാണ് ഇസ്ലാഹിന്റെ അർത്ഥം. ആ റിപ്പയർ ആണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയത്. അത് തന്നെയാണ് നമ്മൾ നടത്തുന്നത്. ഇതിൽ പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട ഭാഗം, ഇഞ്ചന്റെ ഭാഗം ഏതാന്ന് വെച്ചാൽ തൗഹീദാണ്. മെയിൻ ഇഞ്ചൻ അവിടെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വർക്ക്ഷോപ്പില് 11 കൊല്ലം മെനക്കെട്ടതിന് ശേഷമാണ് ക്ലിയർ ആയ ഒരു ഇഞ്ചനാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നമുക്കറിയാലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം 40 വയസ്സ് പൂർത്തിയായപ്പോൾ തനിക്ക് പ്രവാചകത്വം കിട്ടിയപ്പോൾ ആരംഭിച്ചു. എന്നിട്ട് 11 വർഷം കഴിയുമ്പോഴാണ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഫറലാകുന്ന നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്നത്. 11 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോ ഒന്നാമത്തേത് ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തേത് 2 ഷഹാദത്ത് കലിമ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ഷഹാദത്ത് കലിമ 11 വർഷം പഠിപ്പിച്ചു. പിന്നീടാണ് പറയുന്നത് എന്ത്? നമസ്കാരത്തെ സംബന്ധിച്ച്. നമുക്കറിയാം, മേറാജിന്റെ രാത്രിയിൽ സർവശക്തനായ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ ഒരു ഹദിയയാണ് നമസ്കാരം. അപ്പോ അത് പ്രവാചകത്വം കിട്ടിയിട്ട് 11 വർഷം കഴിഞ്ഞിട്ടാണ്. ഈ 11 വർഷവും പ്രധാനമായി പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ചെയ്തിരുന്നത് തൗഹീദായി. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം, അള്ളാഹു ആകുന്ന ആ ശക്തി ഒരു ആരാധ്യനാവാനുള്ള മുഴുവൻ ഗുണങ്ങളും ഒത്തിണങ്ങിയവനാണെന്നും അവൻ മാത്രമേ അതുള്ളൂ എന്നും വിശ്വസിക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയാം. ആരാധ്യനാവാനുള്ള പൂർണ്ണതയുടെ മുഴുവൻ ഗുണങ്ങളും ഒത്തിണങ്ങിയവൻ, അപൂർണതയുടെ ഗുണങ്ങളിൽ നിന്നും മുക്തമായവൻ, അങ്ങനെ ലോകത്തൊരു ശക്തി മാത്രമേ ഉള്ളൂ, അതാണ് അല്ലാഹു. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. നിങ്ങള് നേരത്തെ അഷ്റഫ് പ്രസംഗിച്ചപ്പോ കേട്ടു, മക്കത്തിലുള്ള ആളുകൾക്കൊക്കെ അള്ളാഹു വിശ്വാസം ഉണ്ടായിരുന്നു. അള്ളാഹു എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷെ എന്തുണ്ടായി? അള്ളാഹു എന്ന് പറയുന്ന അതേ ശക്തിയുടെ ഗൗരവത്തോടും ഘനത്തോടും കൂടി മറ്റാളുകളെയും അവർ മനസ്സിലാക്കിയിരുന്നു. നമുക്കറിയാലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പാന്റെ പേരെന്താ? അബ്ദുള്ള. എല്ലാവർക്കും അറിയാലോ. അബ്ദുള്ള എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവദാസൻ അല്ലെങ്കിൽ ഹരിദാസൻ എന്നൊക്കെ പറയും മലയാളത്തിൽ. അള്ളാഹുവിന്റെ അടിമ, പടച്ചവന്റെ അടിമ എന്നാണ് അബ്ദുള്ള എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ ഈ അബ്ദുല്ലാഹിക്ക് ഒരു അനുജൻ ഉണ്ടായിരുന്നു. പേര് നമ്മളൊക്കെ പരിചയമുള്ള ആളാണ്, പക്ഷെ യഥാർത്ഥ പേര് പലർക്കും അറിയില്ല. അബൂലഹബ് എന്ന് പറയല്ലോ. അബൂലഹബ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അയാളുടെ പേരല്ല, അയാളുടെ പേര് അബ്ദുൽ ഉസ്സ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനാണ്. അബ്ദുല്ലാഹിബിന് അബ്ദുൽ മുത്തലിബിന്റെ സഹോദരനാണ് അബ്ദുൽ ഉസ്സ. അബ്ദുൽ ഉസ്സ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉസ്സന്റെ അടിമാന. ഉസ്സ എന്ന് പറഞ്ഞാല് അന്ന് കൈവാലയത്തിന്റെ ഉള്ളിൽ വെച്ച് പൂജിക്കുന്ന ഒരു ബിംബത്തിന്റെ പേരാണ്. അപ്പോ അബ്ദുൽ മുത്തലിബ് ഒരാൾക്ക് പേരിട്ടു അബ്ദുല്ലാഹി, അടുത്ത മകന് പേരിട്ടു അബ്ദുൽ ഉസ്സ. അപ്പൊ അള്ളാഹിയും ഉസ്സയും അബ്ദുൽ മുത്തലിബിന്റെ മനസ്സിൽ ആ സമയത്ത് ഒരേ അർത്ഥത്തിലും ഒരേ ഗൗരവത്തിലും ഒരേ സ്ഥാനത്തിലാണുള്ള എന്നർത്ഥം. അള്ളാഹു ഇല്ല എന്നല്ല, അള്ളണ്ട്. പിന്നെ അള്ളണ്ട്, വേറെയും ചില ആളുണ്ട് എന്ന് മാത്രം. അപ്പൊ അല്ലാഹു തആല ഈ ലോകത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഈ ലോകത്തിനെ പരിപാലിക്കുന്നത് എല്ലാം അല്ലാഹു ആണ് എന്നതിന് ആർക്കും എന്തില്ല, തർക്കല്ല. പക്ഷെ അല്ലാഹു അല്ലാത്ത ചില ആളുകളെ കൂടി അല്ലാഹുവിന്റെ സ്ഥാനത്ത് വെച്ചിരുന്നു എന്നതാണ് അവിടെ തകരാറുണ്ടായിരുന്നത്. അതെ. അപ്പോ അല്ലാഹു അല്ലാത്ത ആളുകളിലുള്ള ഈ ദൈവികമായ സങ്കല്പങ്ങളെ മാറ്റിയെടുക്കുക,
ഒരുപാട് ദൈവങ്ങളെ മനസ്സിൽ വെച്ച് പൂജിച്ചിരുന്ന ലാത്ത, ഉസ്സ, മനാത്ത, ഹുബുലുൽ അഅല തുടങ്ങിയ ഒരുപാട് 360 ചില്ലാന ദൈവങ്ങളെ സംബന്ധിച്ചുള്ള ധാരണകൾ മനസ്സിൽ വെച്ച് പൂജിച്ചുകൊണ്ടിരുന്ന അറബികളോടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ, യാതൊരു ആരാധ്യനുമില്ല. ഒരുപാട് ദൈവങ്ങളെ വെച്ച് പൂജിച്ചുകൊണ്ടിരുന്ന മനസ്സിൽ നിന്ന് ഒരൊറ്റ അടിക്ക് ലാ ഇലാഹ എന്ന് പറയുന്ന കലിമത്ത് തൗഹീദിന്റെ ആദ്യാംശം കൊണ്ട് മുഴുവൻ ദൈവങ്ങളെയും അങ്ങോട്ട് മാറ്റിയിട്ട് ആ മനസ്സ് ക്ലിയർ ആക്കി, എന്നിട്ട് ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ, അല്ലാഹു അല്ലാതെ അവൻ മാത്രമേ ആരാധ്യനുള്ളൂ. അവൻ ആരാധ്യനില്ല, അല്ലാഹു അല്ലാതെ. നിങ്ങളും വെച്ച് പൂജിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ദൈവങ്ങളുണ്ട്, അതൊക്കെ ഒഴിവായിക്കളെ. അതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് അതിന് അല്ലാഹു അതിനെ മാത്രം ആരാധ്യനായി വെച്ചു കൊടുക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നില്ല അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ കഴിഞ്ഞിരിക്കുന്ന പ്രവാചകന്മാർ അഖിലവും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിന് മുഴുവനും പിടിച്ചിരുന്ന രോഗവും ഇത് തന്നെയായിരുന്നു. ഏത്? അല്ലാഹു ആരാധ്യനുണ്ടെങ്കിലും അതിന്റെ പുറത്ത് കുറെ കൂടി ആരാധ്യന്മാരുണ്ട്. അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള വിശേഷണങ്ങൾ എന്താക്കുക, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് കൊടുക്കുക. ഇങ്ങനെയുള്ള തകരാറുകളായിരുന്നു അവർക്ക് സംഭവിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, മൂസാ നബിയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരുന്നത് ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാ. കാരണം ആ സമൂഹത്തിലുള്ള തകരാർ ഇതാണ്. അള്ളാഹു ആരാധ്യനാണ്, അള്ളാഹു അല്ലാത്ത മറ്റു ചിലരും ആരാധ്യനാണ്. പിന്നെ അതുപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റേതല്ലാത്ത അല്ലെങ്കിൽ അള്ളാഹുവിനുണ്ടാവാൻ പാടില്ലാത്ത ചില ബോധങ്ങളും ചിന്തകളൊക്കെ വെച്ച് പുലർത്തുക. ഇന്നിപ്പോ അതിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കേണ്ട ഒരവസ്ഥയിലാണ്. എന്താന്ന് ചോദിച്ചാല്, ഇപ്പോ അള്ളാഹുവിനെ സംബന്ധിച്ച് ചോദിച്ചാൽ അള്ളാഹ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ എന്താ പറയാ? എല്ലായിടത്തും, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഖത്തറിന് നമ്മൾ സ്നേഹിതനെ അവിടുത്തെ ഔക്കാഫ് ജോലിക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ, അതിന് അള്ളാഹ് എവിടെയാണ്? അള്ളാഹു ഫീ കുല്ലി മകാൻ, എല്ലാ സ്ഥലത്തും പഠിച്ചവനുണ്ട്. കക്കൂസിലുണ്ടാവും, എല്ലായിടത്തിലും ഉണ്ടാവുമല്ലോ. കാഷ്ടത്തിലും മൂത്രത്തിലും രക്തത്തിലും ശവത്തിലും ഒക്കെ പഠിച്ചവനുണ്ട് എന്നാ. അങ്ങനെ വിശ്വസിച്ചെങ്കിലേ വിശ്വാസം ആവുള്ളൂ എന്നാണ് ഇവിടെ ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. അതെവിടുന്ന് വന്നതാണെന്ന് ചോദിച്ചാൽ, ഗ്രീക്ക് ഫൽസഫ തത്വശാസ്ത്രം പഠിച്ചിരുന്ന കുറെ ആളുകൾ മുസ്ലിമായി. അവരെ കയ്യിലുള്ളത് വിടാൻ അവർക്ക് തോന്നുന്നില്ല. ഏത്? ആ തത്വശാസ്ത്രം വിടാൻ തോന്നുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ, ഖുർആനും ഇസ്ലാമും ഇസ്ലാമിന്റെ വിശ്വാസങ്ങളൊക്കെ അവരെ തത്വശാസ്ത്രത്തിനനുസരിച്ച് അങ്ങോട്ട് വളച്ചു. അപ്പോ അള്ളാഹ് എവിടെയാണ്? അള്ളാഹ് എല്ലാ സ്ഥലത്തും, അയാൾക്കില്ല. അപ്പൊ പഠിച്ചവൻ എല്ലാ സ്ഥലത്തും പഠിച്ചവനുണ്ട്. അതിനെന്താ ഉദാഹരണം പറയുന്നറിയോ? ഒരു ഗ്ലാസ് പാല്, ആ പാലില് വെണ്ണ എവിടെയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഗ്ലാസ്സില് പാലുണ്ട് നിറയെ. ഒരു സ്പൂണ് പാലെടുത്താൽ അതിലെന്തുണ്ടാവും? വെണ്ണ ഉണ്ടാവും. രണ്ടാമത്തെ സ്പൂൺ എടുത്താൽ അതിലും വെണ്ണ ഉണ്ടാവും. ഇത് അന്ന് പള്ളിയറസിൽ ഓതിയ കാലത്ത് നല്ല ഫിറ്റായ ഉദാഹരണം കേട്ടോ. എന്തായി ഉദാഹരണം വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ചിന്തിച്ചു നോക്കുമ്പോ വേറെ ചിന്ത, ഒരു സ്പൂണ് പാലെടുത്താൽ കുറച്ച് വെണ്ണ അതിലുണ്ടാവുള്ളൂ. ഇതുപോലെ കുറച്ച് സ്ഥലങ്ങനെ വളച്ചിട്ടിയാ പഠിച്ചോൻ കുറച്ചല്ലേ അതിലുണ്ടാവുള്ളൂ. കുറച്ച് പഠിച്ചോനല്ലേ അതിൽ കൊള്ളുള്ളൂ. ബാക്കി പഠിച്ചോൻ ബാക്കിയുള്ള സ്ഥലത്തല്ലേ, ഒട്ടാകെയല്ലേ പഠിച്ചോന്. ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ പിന്നെയാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനില് 7 സ്ഥലങ്ങളില് അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ് ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ്. സൂറത്ത് അറാഫ്, സൂറത്ത് യൂനുസ്, സൂറത്ത് റഅദ്, സൂറത്ത് താഹ, സൂറത്ത് ഫുർഖാൻ, സൂറത്ത് സജ്ദ, സൂറത്ത് ഹദീദ്.
7 സൂറത്തുകൾ അല്ലാഹു തആല അർശിൽ ആരോഹണം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അല്ലാഹു തആല അർശിൽ ആരോഹണം ചെയ്തു. അപ്പോ അർശിൽ ആരോഹണം ചെയ്തു എന്ന് പറഞ്ഞ ചില ആളുകളൊക്കെ എതിർക്കുന്നുണ്ടില്ലേ? പടച്ച തമ്പുരാൻ എന്ന് പറഞ്ഞാൽ രാവിലെ ഓഫീസിൽ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന ഒരു ഓഫീസറാണ് പോലോ, അള്ളാഹുവിനെ എങ്ങനെ ആക്കിയിരിക്കുന്നു കൂട്ടരെ എന്നൊക്കെ പറഞ്ഞ്. എങ്ങനെയാ അർശിന്റെ മുകളിൽ ഇരിക്കുക, എങ്ങനെയാ ആരോഹണം ചെയ്യാന്നാ ആദ്യം അള്ള എങ്ങനെയാണെന്ന് മനസ്സിലായോ? പടച്ചോന്റെ കോലം നിങ്ങൾക്ക് അറിയോ? ഏതാണ്? പടച്ചോനെ കോലറിയാതെ വിശ്വസിക്കെങ്കിലും അവന്റെ ആരോഹണം കോലറിയാതെ വിശ്വസിച്ചൂടെ? ആരോഹണത്തിന്റെ രൂപം എങ്ങനെയാന്ന് അറിയൽ എങ്ങനെ? ആദ്യം അള്ളാന്റെ രൂപം പറഞ്ഞിട്ടല്ലേ? അള്ളാന്റെ രൂപം മനസ്സിലുണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെയാണ് ആരോഹണം ചെയ്യുന്നത്? ആ രൂപത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ടതില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂമുൻ വൽ കൈഫിയ്യത്തു മജ്ഹൂലുൻ വസ്സുആലു അൻഹു ബിദ്അ. അല്ലാഹു തആല അർശിൽ ആരോഹണം ചെയ്തിരിക്കുന്നു എന്നത് മഅലൂമുൻ അറിയപ്പെട്ട കാര്യമാണ്. ഖുർആൻ, പരിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിഞ്ഞ കാര്യമാണ്. വൽ കൈഫിയ്യത്തു മജ്ഹൂലുൻ, എങ്ങനെയാണ് രൂപം നമുക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് അത് ചോദിക്കലോ വിധേയത്വമാണ്. അപ്പോ ഇതാരെങ്കിലും പറഞ്ഞാ പടച്ച തമ്പുരാനെ, ഇന്ന് നമ്മളൊക്കെ തന്നെ മനസ്സിൽ വലിയൊരു കാര്യം പറഞ്ഞിട്ടു, ഇതുവരെ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് മാറ്റാം എന്ന് ചില ആളുകൾക്ക് തോന്നുന്നുണ്ടാവും. എന്താ? നമ്മള് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അശ്ശാരി അഖീദ മാത്രമേ അറിയുള്ളൂ. അശ്ശാരി ഇമാമിൽ നിന്നുള്ള അഖീദ അല്ല കേട്ടോ, അബുൽ ഹസൻ അശ്ശാരിയുടെ അഖീദ അല്ല. അശ്ശാരി ആളുകളാണെന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടാക്കിയ കുറെ അഖീദകളുണ്ട്, അതേ അറിയുള്ളൂ. ഉദാഹരണമായിട്ട് ഇപ്പോ അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്തെല്ലാണ് അള്ളാഹുന്റെ സിഫത്ത്? അള്ളാഹുവിന്റെ സിഫത്ത് 20 സിഫത്ത്, വാജിബായ സിഫത്ത് 20 സിഫത്ത്, മുസ്തഹിലായ സിഫത്ത് 1 സിഫത്ത്, ജായിദായ സിഫത്തും. അപ്പൊ അത് പഠിച്ചെങ്കിലേ ഒരു മനുഷ്യൻ പൂർണ്ണ മൂമിനാവുള്ളൂ. ഏതെല്ലാം വാജിബായ സിഫത്ത് അപ്പൊ ഉടനെ പഠിക്കണമല്ലോ. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹു എന്ന് പറഞ്ഞാൽ മൗജൂദുൻ, അവൻ ഉള്ളവനാണ്. എന്നിട്ടോ ഖദീമുൻ, അവൻ പണ്ട് പണ്ടേ ഉള്ളവനാണ്. ബാഖിൻ, അനന്തനാണ്, എന്നുമെന്നും ഉള്ളവനാണ്. ഈ 3 പദം കൊണ്ടും അള്ള ഖുർആനിൽ അള്ളാനെ പരിചയപ്പെടുത്തിയിട്ടില്ല. അതല്ല രസം. മൗജൂദ് എന്ന് പറഞ്ഞ പദം തന്നെ ഖുർആൻ പരിശോധിച്ചാൽ കാണൂല. മനസ്സിലായ? അല്ലാഹു തആല ഉള്ളവനാണ്, അല്ലാഹു തആല അനാദ്യനാണ്, അല്ലാഹു തആല അനന്തനാണ്. അള്ളാഹിനെ പരിചയപ്പെടുത്താതെ ഈ 3 പദവും അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയായിട്ട് ഖുർആനിൽ കാണൂല. ഖദീം എന്ന് പറയുന്ന പദം ഖുർആനിൽ 3 സ്ഥലത്താ ഉപയോഗിച്ച്. അപ്പോ ഈ ഖദീം എന്ന പല സ്ഥലം ഉപയോഗിച്ച എന്താ അറിയോ? സ്ഥലം ഏതാ അറിയോ? ഒന്ന് ഈ കാരക്ക മട്ടലിനെ പറ്റിയ ഹത്താ ആദക്കൽ ഉർജൂനിൽ ഖദീം. അത് പഴയ കാരക്ക മട്ടൽ പോലെ ആയിത്തീരുന്നവരെ എന്നാണ് അതിന്റെ അർത്ഥം. ഒരു സ്ഥലം ഖദീം എന്ന് ഉപയോഗിച്ച അതാണ്. പിന്നെ ഖദീം എന്ന് ഉപയോഗിച്ചത് ഇഫ്കുൻ ഖദീം എന്നാണ്. പഴയ കൊലയാട്ട് അല്ലെങ്കിൽ പഴയ തോന്നിയാസം എന്ന അർത്ഥത്തിനാണ് ഖദീം ഉപയോഗിച്ചത്. അല്ലാതെ ഹാദാ ഇഫ്കുൻ ഖദീം ലൗ കാന ഖൈറൻ മാ സബഖൂന ഇലൈഹി വഇദ് ലം യഹ്തദൂ ബിഹി ഫസയഖൂലൂന ഹാദാ ഇഫ്കുൻ ഖദീം. ആ പഴയ തോന്നിയാസം തന്നെയാണിത് അതിന്റെ അർത്ഥം. ആ ഖദീം എന്ന് പറഞ്ഞാൽ തോന്നിയാസത്തിന് അല്ലെങ്കിൽ വേണ്ടാത്തതിൽ ഉപയോഗിച്ച ഖദീമാണ്. അപ്പോ മറ്റൊരു ഖദീം വലമ്മാ ഫുസിലത്തിൽ വേറു ഖാല അബൂഹും മിന്നീ ലഅജിദു റീഹ യൂസുഫ ലൗലാ അൻ തുഫന്നിദൂൻ ഖാലൂ തല്ലാഹി ഇന്നക ലഫീ ളലാലിക്കൽ ഖദീം. ആ യാക്കൂബ് നബിന്റെ കുട്ടികൾ പറഞ്ഞ വർത്താനാണ്. യൂസുഫ് നബിന്റെ അവിടുന്ന് യാത്രാ സംഘം കൊണ്ട് പുറപ്പെട്ടപ്പോ ഞാനിങ്ങനെ യൂസുഫിന്റെ വർത്താനം എനിക്ക് കാറ്റ് അതിന്റെ വാസന എനിക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ബാപ്പ എങ്ങനെ ആ പഴയ ആ വർത്താനത്തിൽ തന്നെയല്ലേ, ഒന്നും മറന്നുപോയില്ല, പഴവിൽ തന്നെയാണല്ലേ.
ഈ 3 സ്ഥലത്താണ് ഖുർആൻ ഖദീം ഉപയോഗിച്ചത്. ഇതൊന്നും അള്ളാഹുവിനെ പറ്റി ഉപയോഗിച്ചതല്ല. ബാത്തിൻ എന്ന് പറഞ്ഞ് ഉപയോഗിച്ചു അള്ളാഹുവിനെ സംബന്ധിച്ചല്ല ഖുർആൻ. അപ്പോ ഈ 3 അർത്ഥങ്ങൾ ഒതുങ്ങുന്ന ഒരൊറ്റ പദം പറഞ്ഞിട്ടുണ്ട് ഖുർആനില്. എന്താണെന്നറിയോ? അൽ ഹൈ. അതെ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. അൽ ഹയ്യു, അവൻ നിത്യജീവനുള്ളവനാണ്. ഹയ്യിന്റെ അർത്ഥമാണ് നിത്യജീവനുള്ളവൻ. അദ്ദായിമുൽ ഹയാത്തി ബിലാ സവാലിൻ, ഹൈ എന്ന് പറഞ്ഞാൽ നിത്യജീവനുള്ളവൻ, ഒരിക്കലും ജീവൻ നീങ്ങിപ്പോകാത്തവൻ എന്നാണ് ഹയ്യിന്റെ അർത്ഥം. അത് പഠിച്ചോനെ പരിചയപ്പെടുത്തിയ നേരത്തെ ആ ഹയ്യാണ്ട് പഠിച്ചാൽ ഈ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ മൗജൂദാണെന്ന് പറഞ്ഞു. മൗജൂദിന്റെ നേരെ അർത്ഥം അറബിയിൽ മാ ഉജിത മിനൽ അദംന, ഇല്ലായ്മയിൽ നിന്നുണ്ടായതെന്ന. അപ്പൊ പഠിച്ചോന് പണ്ട് ഇല്ലാത്തൊരു കാലം ഉണ്ടായിനോ? അല്ല, കദീമുൻ, അനാദ്യനാണ്. ശരി, പണ്ട് അനാദ്യനാണ് എന്ന് മനസ്സിലായി, ഇപ്പൊ ഉണ്ട് എന്ന് മനസ്സിലായി. എന്നും ഉണ്ടാവോ? ഉണ്ടാവും. അതിന് ബാക്കി വേറൊരു സിഫത്ത്. എന്തിനാ ഈ ഏടാ കൊടുക്കി നിൽക്കുന്നു? പഠിച്ചോൻ പരിചയപ്പെടുത്തിയ മാതിരി തന്നെ പഠിച്ചോനെ പരിചയപ്പെട്ടാ പോരെ. എന്നിട്ട് ആ അഖീദന്റെ കോലം എന്താ അറിയങ്ങള്? ആ അഖീദന്റെ കോലം ഒരു അഖീദ വാജിബായ ഒരു സിഫത്ത്, അല്ലാഹു തആല സമീഉൻ, അല്ലെങ്കിൽ അല്ലാഹു തആല ആലിമുൻ. അല്ലാഹു തആല ആലിമുൻ, ഇൽമുള്ളവനാണ്. വേറൊരു വാജിബായ സിഫത്ത്, അള്ളാഹ്ക്ക് ഇൽമുണ്ട്. അള്ളാഹ് ആലിമാണെന്ന് പറഞ്ഞ അർത്ഥം അള്ളാഹ്ക്ക് ഇൽമുണ്ട് തന്നെയല്ലേ? ഇൽമില്ലാന്ന മുസ്തഹിലായ സിഫത്തിൽ കൊണ്ടെത്തിയപ്പോ അല്ലാഹു തആല ജാഹിലല്ല, അള്ളാഹ്ക്ക് ജഹലില്ല. ഇതൊക്കെ പറഞ്ഞ ഒന്നിനല്ലേ? അമ്മയും മോളും പെണ്ണ് തന്നെയാന്ന് പറഞ്ഞ് പണ്ടാരൊന്ന്. അതുപോലെ ജാഹില് എന്ന് പറഞ്ഞാലും ജഹലുണ്ട് എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയല്ലേ? ആലിമി എന്ന് പറഞ്ഞാലും എൽമുണ്ട് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയല്ലേ? ഇങ്ങനെ സിഫത്ത് ഇങ്ങനെ എണ്ണി ഒപ്പിക്കുക. അതേ സമയത്ത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ രൂപത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചാൽ അള്ളാഹു തആല അർശിൽ ആരോപണം ചെയ്തു പറഞ്ഞാൽ മക്കാൻ ലാസിമാക്കാൻ പാടില്ല. മക്കാൻ ലാസിമാക്കിയിട്ടുണ്ടെങ്കിൽ ആ മക്കാൻ ഉണ്ടാകുന്നതിന് മുമ്പ് എവിടെയായിരുന്നു എന്നാ വലിയൊരു ചോദ്യമാണല്ലോ. ഓരോ തിയറി ഉണ്ടാക്കുക പണ്ട്. എന്നിട്ട് ആ തിയറിക്ക് അനുസരിച്ച് ഖുർആനെ അള്ളാഹിനെ കൊണ്ട് ഒപ്പിക്കാം. അതേ സമയത്ത് അള്ളാഹു തആല ആകാശത്തിലാണ് എന്നുള്ള കാര്യം ഇവർ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അത് വേറൊരു നിലക്ക്. ഉദാഹരണമായിട്ട് ഇപ്പോ മൗലൂദ് കിതാബ് എടുത്തു നോക്കിയാൽ കാണാം. ഇലൈക യാ റബ്ബി ഖദ് വജഹ്തു ഹാജാതി വജിതു ബാബക യാ റബ്ബി ബിറഗ്ബാതി അന്തൽ അലീമു ബിമാ തജ്രിൽ ളമീറു ബിഹി യാ ആലിമൽ ഗൈബി അല്ലമൽ ഖഫിയാതി ഇലൈക യാ റബ്ബി ഖദ് വജഹ്തു ഹാജാതി. പടച്ചോനെ, എന്റെ മുഴുവൻ കാര്യങ്ങളെയും ഞാനിതാ നിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. നിന്റെ വാതിക്കൽ പടിവാതിക്കൽ ഞാനിതാ യാചിച്ചുകൊണ്ട് വന്നിരിക്കുന്നു നാഥ. എന്റെ മനസ്സിലുള്ള കാര്യങ്ങളെ മുഴുവനും നിനക്കറിയുന്നവനാണ് റബ്ബേ. യാ ആലിമൽ ഗൈബി അല്ലമൽ ഖഫിയാതി, അദൃശ്യ കാര്യങ്ങളെ, മറഞ്ഞ കാര്യങ്ങളെ അറിയുന്ന പടച്ചോനെ. അതുകൊണ്ട് പടച്ചോനെ, എനിക്ക് റിസ്ക്, എനിക്ക് ഭക്ഷണം നീ നല്ലോണം വീതിച്ചു തരണേ, ഞാൻ അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി. ഏഴാകാശങ്ങളുടെയും മുകളിൽ വെച്ച് ഭക്ഷണത്തിന് വീതിക്കുന്നവനേന. അപ്പൊ അള്ളാഹ് ആകാശത്തിന് മുകളിലാന്ന്. ഈ വീട്ടിലെ തള്ളമാര് ചോറ് വിളമ്പാൻ പോകുന്ന മാതിരി മരുമക്കളും മക്കളൊക്കെ ചോറ് പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ട് അന്ന് ഇങ്ങോട്ട് വന്ന് വിളമ്പിയോളിന്ന് അറിയും ചില പെണ്ണുങ്ങള് കുട്ടികളെ. അപ്പൊ വിളമ്പാൻ വേണ്ടി മാത്രം കാരണോത്തി അകത്തേക്ക് പോകും. ഇതുപോലെ പഠിച്ചോൻ ചോറ് വിളമ്പാൻ വേണ്ടി മാത്രം ഏഴാനാകാശത്തേക്ക് പോവുക. അല്ലെങ്കിൽ ഇവിടെ ഉള്ള പഠിച്ചോനെ പറഞ്ഞ പോരെ, ഏഴാകാശങ്ങളുടെയും മുകളിൽ വെച്ച്, ആകാശങ്ങളുടെ മുകളിൽ വെച്ച് ഭക്ഷണത്തിന് വീതിക്കുന്നവനെ എനിക്ക് കൃത്യമായി വീതിച്ചേർന്നേന്നാ. പിന്നെ വേറെ നിങ്ങൾ നോക്കി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശാരോഹണം നമുക്കറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കും
മസ്ജിദുൽ അഖ്സയിൽ നിന്നും ആകാശത്തിലേക്കും രാപ്രയാണം ചെയ്തു എന്ന് വിശ്വസിക്കുന്നുണ്ട് നമ്മള്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. അല്ലാഹു തആല എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്. ഇവിടെയും അവിടെയും മക്കത്തും ബൈത്തുൽ മുഖദ്ദസിലും ആകാശത്തിലും ഭൂമിയിലൊക്കെ ഒരുപോലെയാണെങ്കിൽ എന്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് പോയി? മസ്ജിദുൽ ഹറാമിൽ ഏതെങ്കിലും ഒരു മൂലക്ക് രണ്ടാവോട് കുത്തിന് വർത്താൻ പറഞ്ഞാൽ പോരെ? ഇതിനെ പോയി നമ്മളെ ഉമ്മർക്കാദിന്റെ ഒരു ബെയ്ത്തുണ്ട്, ഇലൈക യാ റബ്ബി എന്ന് പറഞ്ഞ ബെയ്ത്ത്. അതില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ അങ്ങനെ ആകാശാരോഹണം ചെയ്തു. എന്നിട്ട് ഹത്താലി ബഹിരിൻ നൂരി ജിബ്രീലും വഖഫ് ഫി ശത്തിഹി റഅബൻ വവദ്ദഅ വഹതഫ് ദനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ബഹ്റന്നൂർ അഥവാ പ്രകാശക്കടൽ, അതിന്റെ അടുക്കൽ വരെ രണ്ടാളും കൂടെ പോയി. രണ്ടാളോട് പോയിട്ട് അവിടെ എത്തിയപ്പോ ജിബ്രീൽ പറയാണ്, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്. ഹബീബായ റസൂലേ, ഇനി നിങ്ങൾ മുമ്പോട്ട് ഗമിക്കൂ, എനിക്ക് വരാൻ പറ്റില്ല, മൂപ്പര വീസന്റെ അവധി അവിടെ തീർന്നുകയാണ്. ബഹ്റന്നൂർ കാണാൻ പോകാൻ ജിബ്രീൽ പറ്റൂല, അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് മുമ്പോട്ട് ഗമിക്കൂ. എന്നിട്ട് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ, അങ്ങയുടെ കയ്യൂമായ നാഥനുമായി സംഭാഷണം നടത്തൂ റസൂലേ. അതെ, കയ്യൂമായ നാഥനുമായി സംഭാഷണം നടത്തൂ. ഈ പ്രകാശക്കടൽ കടന്ന് അപ്പുറം ചെന്നിട്ട് ഇതൊക്കെ അല്ലാഹു തആല എല്ലായിടത്തിലും ഒരുപോലെയാണെങ്കിൽ എന്തിനെ കൂട്ടരെ ഈ കളിയൊക്കെ കളിച്ച്? ആകാശത്ത് പോയി, ജിബ്രീലിന്റെ കൂടെ പോയി, ഈ പ്രകാശക്കടലിന്റെ അവിടെ ചെന്ന് അവിടുന്ന് അങ്ങോട്ട് നബി സ്വന്തം പോയി. ഈ കോലഘട്ടത്തിലൊക്കെ കെട്ടണോ? മക്കത്ത് മസ്ജിദുൽ ഹറാമിലോ? അല്ല, സ്വന്തം ഓഫീസിൽ നിന്നുള്ള ആൾക്ക് വേണമെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് പോയിട്ടോ ആക്കിയുടെ. അപ്പൊ എന്താന്ന് ചോദിച്ചാല് അല്ലാഹു തആല അർശിൽ ആരോഹണം ചെയ്തിരിക്കുന്നു എന്നത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിഞ്ഞതാണ്. പക്ഷെ പലരുടെയും മനസ്സിൽ അത് കൊള്ളാത്തത് കൊണ്ട് അതിനൊരു തെവീല്. എന്താ തെവീല് എന്നറിയോ? ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇസ്തൗല എന്നാകുന്നു അതിന്റെ അർത്ഥം. ഇസ്തൗല എന്ന് പറഞ്ഞാൽ അധികാരം ഏറ്റു. ഇതുപോലെ ഖദിസ്തവാ ബിശ്റുൻ അലൽ ഇറാഖി മിൻ ഗൈരി സൈഫിൻ വാദമിൻ മുറാഖി. ഖദിസ്തവാ ബിശ്റുൻ അലൽ ഇറാഖി, ബിശ്ർ ഇറാഖിന്റെ അധികാരം കൈമലാക്കി. മിൻ ഗൈരി സൈഫിൻ വദമിൻ മുറാഖി, വാൾപ്രയോഗമോ രക്തച്ചൊരിച്ചിലോ ഇല്ലാതെ. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? ഇസ്തൗല, അധികാരം കൈക്കലാക്കിയതാണ്. ശരി, അപ്പൊ പണ്ട് ആരും തരുന്നത്? അല്ലപ്പ അധികാരം കൊണ്ട് വാങ്ങണം. തുമ്മസ്തവായിരസമായി പിന്നീട് അവൻ അർശിന്റെ അധികാരം ഏറ്റുവാങ്ങിനോ? അങ്ങനാണെങ്കിൽ പണ്ട് ആരും തരുന്നത്? ബിഷിർ ഇറാഖിന്റെ അധികാരം ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് വേറെ രാജാവ് ഉണ്ടായിരുന്നു അവിടെ. ഇതുപോലെ ഈ അർശിനും ഉണ്ടായിരുന്നു വേറെ രാജാവ്. പിന്നെ നമ്മളെ മനസ്സിൽ ഒതുങ്ങാത്തൊരു കാര്യം എന്താ? അങ്ങനെ അർശിന്റെ മുകളിലുള്ള പഠിച്ചോൻ ഇങ്ങോട്ടൊക്കെ കണ്ണു കാണുമോ എന്നുള്ളതാ. അതിനാണ് അല്ലാഹു തആല പറഞ്ഞത്, വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. അതെ, വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ആകാശങ്ങളെയും ഭൂമിയെയും ശ്രദ്ധിക്കുക എന്നത് അവനൊരു ഭാരം പിടിച്ച കാര്യമല്ല, അവനൊരു പ്രയാസമുള്ള കാര്യമല്ല. വഹുവൽ അലിയ്യുൽ അളീം, അവൻ അത്യുന്നതനും മഹാനുമാകുന്നു. നിങ്ങൾ മനസ്സിലാക്കിയതിന്റെ അപ്പുറം മഹാനാകുന്നു റബ്ബ്. അവൻ അർശിലാരോഹണം ചെയ്തിട്ടുണ്ടെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളോ ഏതെങ്കിലും സ്ഥലങ്ങളോ അവന്റെ അശ്രദ്ധ, അല്ലെങ്കിൽ അവൻ അശ്രദ്ധമായിക്കൊണ്ടുള്ള അവന്റെ ശ്രദ്ധകളെത്താത്ത, അവന്റെ അറിവുകളെത്താത്ത, അവന്റെ കുദറത്തുകളെത്താത്ത യാതൊരു സ്ഥലവും ഭൂമിയിലില്ല. അതാണ് റഹ്മാനായ റബ്ബ്. അതേ, ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അല്ലാഹുവിനുള്ളതാണ്.
മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. മൻ ദല്ലദീ ആരാണ്ടോ അത് യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അള്ളാഹുവിന്റെ അടുക്കൽ വന്ന് ശുപാർശ അറിയുന്നവൻ ആരാണ്? അവനെ കാണട്ടെന്നാ വിളിച്ചു പറയുന്നത്. ആരാണ് അങ്ങനെ ഒരുത്തൻ? ഏത് അല്ലാത്ത ആളുകൾ ആരാധിക്കുന്ന ആളുകൾ പറഞ്ഞ നൊണ്ടി ന്യായത്തിനൊക്കെ മറുപടിയാണ് ഈ ആയത്തിൽ പറയുന്നത്. ആയത്തുൽ കുർസിയിൽ എന്താ അറിയോ? അള്ളാഹു എന്ന് പറഞ്ഞാൽ നിത്യജീവനുള്ളവനാണ്. അൽ ഖയ്യൂം, അവൻ ജഗന്നിയന്താവാണ്. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, ഉറക്കമോ ആലസ്യമോ അവനെ ബാധിക്കുകയില്ല. ഇങ്ങനത്തെ ഉറക്കം ബാധിക്കുന്ന അല്ലെങ്കിൽ ആലസ്യം ഉണ്ടാകുന്ന, തൂങ്ങിയുറക്കെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ലോകത്തിന്റെ നിയന്ത്രണങ്ങൾ കയ്യിലില്ലാത്ത, നിത്യജീവനില്ലാത്ത ഒരു ശക്തിനെ ആരാധിച്ചിട്ട് കാര്യമില്ല. കാരണം ആരാധിക്കുന്ന വസ്തുവിന് ജീവൻ ഉണ്ടാവുക, ആരാധിക്കപ്പെടുന്ന വസ്തുവിന് ജീവൻ ഇല്ലാതിരിക്കുക. ആരാധിച്ച കാര്യമുണ്ടോ? അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്ന വസ്തു ഉറങ്ങുക, ഇവൻ ഉണരുക. ഇവൻ വിളിച്ചാല് മറ്റോ കേൾക്കുവോ? ഇനി തൂങ്ങിയിറക്കാൻ നിൽക്കുക, എന്നാ അവൻ വിളിച്ചാൽ ചിലപ്പം കേൾക്കും. കേട്ട് പറഞ്ഞല്ല കേൾക്കുക, കേട്ടതല്ല മനസ്സിലാക്കുക. 5 കെട്ട് വീടി എന്ന് പറഞ്ഞാൽ അവൻ കേട്ടത് 5 കെട്ട് ചൂടീന. കാരണം ഉറക്കത്തല്ലേ. അപ്പൊ അള്ളാഹുവിന് എന്തില്ല? നൗമില്ല, നുആസുമില്ല. അങ്ങനത്തവനാണ് അള്ളാഹു. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിന്റേതാണ്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവനാരാണ്? യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അതിന്റെ പ്രയോഗങ്ങളും നോക്കണം കേട്ടോ. ആരാണ് അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ പോരുന്നത്? ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരി എന്നുള്ള ആ കോലത്തിൽ തന്നെ പഠിച്ചോ മതി. മൻ, ആരാണ്? ദല്ലദീ, അവനാരാ? യശ്ഫഉ ഇൻദഹു, അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവൻ. എന്നിട്ട് ശുപാർശ എന്ന് പറഞ്ഞതിനെ പറ്റി പറയാം. ചില ആളുകൾ പറയുന്നുണ്ടല്ലോ, അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, മുഖറബീങ്ങള്, അബ്ദാലുകൾ, ഔത്താദുകൾ തുടങ്ങിയിട്ടുള്ള മഹാന്മാര്, നാം അവരോട് പറയുന്നു, അവർ അല്ലാഹുവിനോട് പറയുന്നു. അതാണ് ശുപാർശ. എന്നാലേ ഈ ജാതി ശുപാർശ പഠിച്ചവരെ നടക്കുക. ഏത്? ഇവിടെ ശുപാർശ എന്ന് പറഞ്ഞാൽ മുതലാളിന്റെ അടുത്ത്, ജഡ്ജിന്റെ അടുത്ത് തന്നെ ചിലപ്പം വക്കീൽ ശുപാർശ ചെയ്ത് തരാം. നേതാവിന്റെ അടുത്ത്, രാജാവിന്റെ അടുത്ത്, ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥന്റെ അടുത്ത് ഒക്കെ ശുപാർശ ചെയ്യാം. മുതലാളിന്റെ അടുത്ത് കയറിയിട്ട് വേറൊരാള് അവന്റെ അടുത്തുള്ള കാര്യസ്ഥം വരിയിട്ട് പറയാം, മുതലാളി ഇതാ ഈ മുഹമ്മദിനെ എനിക്ക് വളരെ കാലം പരിചയമുണ്ട്, ഓന് വളരെ മര്യാദക്കാരനാണ്, ഒരു കുഴപ്പമില്ലാത്തതാണ്. പക്ഷെ ഇപ്പൊ ഓന് ചെറിയ വിഷമുണ്ട്, ഓനൊന്ന് നോക്കണേ. എന്തേ? ഓന്റെ മകളൊരു കല്യാണം, യാതൊരു ഒഴിവുമില്ല. ഓൻ എന്താ പൈസ കിട്ടാനുണ്ട്, മറ്റേ വരാനുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്ന ദിവസമാണ് കല്യാണം, അതുകൊണ്ട് 10,000 രൂപ കടം കൊടുക്കണം. മുതലാളി കാര്യസ്ഥനോട് അറിയാം, എടാ എനിക്ക് ഈ മനുഷ്യനെ അറിയില്ലട്ടോ മുതലാളി, എനിക്ക് 10-15 കൊല്ലത്ത് പരിചയമുണ്ട്, ഓൻ വളരെ മര്യാദക്കാരനാണ്, ഒരു അപാകത ഇല്ലാത്തവനാ, കൊടുക്കാം. എന്നാ ഇജ് പറഞ്ഞനുസരിച്ച് ഞാൻ കൊടുക്കാം. എന്താ മുതലാളിക്ക് വന്നോ കള്ളനാണോ തോന്നിയാസിയാണോ ഇപ്പം ബാക്കി പാലിക്കുന്നുണ്ടോ ഒന്നും അറിയില്ല, പക്ഷെ മറ്റോ പറഞ്ഞ് അനുസരിച്ച് കൊടുക്കുക. അതിന് ആ ശുപാർശ അറിയാം, അള്ളാഹു അറിയാന്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ മുൻഭാഗത്തിലുള്ളതിനെയും പിൻഭാഗത്തിലുള്ളതിനെയും അവന്റെ ഭാവിയെയും ഭൂതത്തെയും കൃത്യമായും വ്യക്തമായും അറിയുന്നവനാണ് അള്ളാഹു. ഈ പഠിത്തത്തില്ലേ ഇത് പറയാ പരീക്ഷ തന്നെയാന്ന് വെച്ചോളുകള്. പഠിച്ചവരെ ഈ മുരീദിന് എനിക്ക് വളരെ കാലം പരിചയമുണ്ട്, അതുകൊണ്ട് ഓരോ കുട്ടീനെ കൊടുക്കണേ. പഠിച്ചവൻ ഒരു പരിചയമില്ലാത്ത മാതിരി പഠിച്ചവനോട് അങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റുമോ? ഇവനെനിക്ക് നല്ല പരിചയമാണ്, ഓനോട് വളരെ നല്ല നിൽക്കാൻ പെരുമാറല്, യാതൊരു ഭാഗത്തോട് വേണ്ടിയിട്ടില്ല, അതുകൊണ്ട് ഓന്റെ കാര്യം സാധിപ്പിച്ചു കൊടുക്കണേന്ന് അള്ളാഹിനോട് അറിയാൻ പറ്റുമോ? ഇല്ല. അത് തന്നെയാ പറഞ്ഞത്, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചതല്ലാതെ ഇവർക്ക് വ്യക്തമായി സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയില്ല. ആർക്ക്? ശുപാർശ ചെയ്യുന്ന ആളുകൾക്ക്. വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർള്.
അവന്റെ സിംഹാസനം ആകാശഭൂമികൾക്ക് വിശാലമാണ്. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. ആകാശത്തെയും ഭൂമിയെയും സൂക്ഷിക്കുക എന്നത് അവനൊരു ഭാരിച്ച കാര്യമല്ല, അവനൊരു പ്രയാസമുള്ള കാര്യമല്ല. വഹുവൽ അലിയ്യുൽ അളീം. അവൻ മഹാനാണ്, അവൻ അത്യുന്നതനുമാണ്. ഇങ്ങനെ പഠിച്ചവരെ മനസ്സിലാക്കി നോക്കിങ്ങള്. എന്നാ പിന്നെ ഈ അല്ലാഹു മൗജൂദും ഖദീമും ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി ഇത് കെട്ടിക്കണയണ്ട. അള്ളാഹുവിനെ അല്ലാഹു തആല പറഞ്ഞ പോലെ നമ്മൾ മനസ്സിലാക്കാത്തതിനുള്ള അപാകതയാണ് സത്യത്തിൽ ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ടായ വലിയൊരു പാളിച്ച. അങ്ങനെ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കി എന്താന്ന് വെച്ചാൽ പല ആളുകളുടെയും മനസ്സിലുള്ളത് പടച്ചോന് എന്ന് പറഞ്ഞാല് ഒരാമാസ്വാമിയാണ്. ഈ തമിഴ്നാട്ടിലൊക്കെ സ്വാമിമാരുണ്ടാകും. ദൈവത്തിന്റെ അടുത്ത് എന്നിട്ട് ജീവിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ, എനിക്ക് ഗുണം വരണം, അല്ലെങ്കിൽ കുട്ടികൾ വേണം, ആമാസ്വാമി, ശരി അങ്ങനെ ആയിക്കോട്ടെ. അതുപോലെ പടച്ചോൻ ഒരു തീരുമാനം എടുത്തു. പിന്നെ ഷെയ്ഖ് പറയാ പടച്ചോനെ അങ്ങനല്ല വേണ്ട, എങ്ങനെ? ഓ പടച്ചോൻ എന്നാ പിന്നെ ആമാസ്വാമി, അങ്ങനെ ആയിക്കോട്ടെ. പടച്ചോൻ ഇന്ന് വെയിൽ ഇറക്കിക്കണോ വിചാരിച്ചു. മറ്റേ ആള് പറഞ്ഞു പടച്ചോൻ ഇന്ന് വെയിൽ ഇറക്കിക്കാൻ പറ്റൂല, എന്റെ ആളുകൾക്കൊക്കെ ദോഷമാണ്, അപ്പൊ മഴ ലഭിക്കണം. എന്നാ പിന്നെ ആമാസ്വാമി. ഇങ്ങനെ രാമാസ്വാമി പടച്ചോനെ സംബന്ധിച്ചാണ് പല ആളുകളും മനസ്സിലാക്കി. അതുകൊണ്ടാണ് പടച്ച തമ്പുരാനെ മനസ്സിലാക്കേണ്ട പ്രകാരം അവര് മനസ്സിലാക്കിയില്ല. അതെ, പടച്ചോന് എന്ന് പറഞ്ഞാൽ ഇവനിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നേ. അതാണ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനെ സംബന്ധിച്ച് പറഞ്ഞ് അവർക്കെന്ന ബെയ്ത്ത് എന്ന് പറഞ്ഞ ബെയ്ത്തുണ്ട്. അതിൽ പറയുന്നുണ്ട് മൂപ്പര കഴിവ് എന്താ അറിയോ? മലക്തു ബിലാദല്ലാഹി ശർഖൻ വമഗ്രിബ വഇൻ ശീതു അബ്നൈതുൽ ലനാമാ ബിലഹളതി. അല്ലാഹുവിന്റെ ഭൂമി പാശ്ചാത്യവും പൗരസ്ത്യവും ഒക്കെ ഞാൻ അധീനപ്പെടുത്തിയിരിക്കുന്നു. വഇൻ ശീതു അബ്നൈതുൽ അനാമാ ബിലഹളതി. ഞാനങ്ങാൻ വിചാരിച്ചാൽ ഒരൊറ്റ നോട്ടം കൊണ്ട് ഭൂമി മുഴുവൻ ഞാൻ എന്തായി കളയും. എന്റെ മുമ്പ് വന്നിട്ട് അള്ളാഹുവിനെതിര് പ്രവർത്തിച്ച ആളുകൾക്ക് നരകമുണ്ടാകുമെന്ന ഒരു തീരുമാനം ഇവിടെ പ്രഖ്യാപിച്ചു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ മഹത്വം കൊണ്ട് ഞാൻ നരകത്തിന്റെ വാതിൽ തന്നെ അടച്ചായിരുന്നു. നബി അങ്ങനെ പറഞ്ഞു പോയി. ഇപ്പൊ എന്താ ചെയ്യാനാ? എന്ത് ശ്രദ്ധിക്കണേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ മുമ്പ് വന്നിട്ട് തെറ്റ് ചെയ്തവന്റെ നരകവും ശരി ചെയ്തവന്റെ സ്വർഗവും ഉണ്ടെന്ന തീരുമാനം പ്രഖ്യാപിച്ചു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ മഹത്വം കൊണ്ട് ഞാൻ നരകത്തിന്റെ വാതിൽ തന്നെ അടയ്ക്കുമായിരുന്നു. ഇപ്പൊ എവിടെ എത്തി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ദേഷ്യമോ സ്നേഹമോ തോന്നുക? ഇപ്പൊ നബിനോട് ഈ ബെയ്ത്ത് കേൾക്കുന്നവൻ എന്താ തോന്നുക? വല്ലാത്ത റസൂൽ ഇട്ടോ, നബി പറ്റിച്ച് അന്ന് വന്ന് പറഞ്ഞു പോയതല്ലെങ്കിൽ നമ്മള് രക്ഷപ്പെട്ടിനി എന്ന് തോന്നലില്ലേ? ഇതൊക്കെ തന്നെയാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരുണ്ടാക്കുക, പടച്ച തമ്പുരാനെ കുറഞ്ഞടായിട്ട് മനസ്സിലാക്കുക. ഇതൊക്കെ തന്നെയാണ് ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഉദ്ദേശം. അങ്ങനെ പടച്ച തമ്പുരാനെ സംബന്ധിച്ച് അല്ലാഹു തആല ലോകത്തെവിടെയുമുള്ള പാലിൽ വെണ്ണയുള്ള പോലെ എവിടെയുമുള്ളവരാണെന്ന് മനസ്സിലാക്കുകയും അതേ പ്രകാരം അവൻ അല്ലാഹു തആല നേരെ പരിചയപ്പെടുത്തിയിട്ടുള്ള വിശേഷണങ്ങളിൽ നിന്ന് മാറ്റിക്കളയുകയും, അങ്ങനെ അല്ലാഹു എന്ന് പറഞ്ഞാൽ ഒരു ക്രൂര ജന്തു, അതെ എന്ത് കാര്യത്തിനും ചെന്ന് പറയാൻ പറ്റാത്ത ഒരു ക്രൂര വസ്തു എന്നാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണല്ലോ അള്ളാഹ് അല്ലാത്ത ആളുകളെടുത്ത് എന്താക്കുന്നത്? ശുപാർശയ്ക്ക് വേണ്ടി പോകുന്നത്. പഠിച്ചവനോട് വലിയ ദേഷ്യ, പഠിച്ചവനോട് വലിയ വെറുപ്പാണ്. കാരണം ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് അള്ളാഹ്ക്കിനോട് വലിയ വെറുപ്പായിരിക്കും. അതുകൊണ്ട് ഷെയ്ഖെ നിങ്ങൾ എന്താക്കണം? അള്ളാഹിന്റെ അടുത്ത് ശുപാർശ ചെയ്യണം എന്നല്ലേ പറയല്. കൂട്ടിയോക്കി നിങ്ങള്. ഷെയ്ഖന്മാർക്കൊക്കെ ഇങ്ങനത്തെ ആളുകളോട് വലിയ ഇഷ്ടമാണ്. ഏത്? നിസ്കരിക്കാതെ
മദ്യപിച്ചോ തോന്നിവാസം ചെയ്തോ ഹറാമ് തിന്നോ ഒക്കെ നടക്കുന്ന പാപങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഔലിയാക്കന്മാർക്ക് ഇവരോടൊക്കെ വലിയ ഇഷ്ടമാണ് ഞങ്ങളുടെ ധാരണ. മൊഹീദ്ദീൻ ശേഖിനെ പറ്റി പറഞ്ഞ കേട്ടില്ലേ? അവരെ ഒരുത്തര് പോയി മസ്ഹറ കൊണ്ടാരേ, അപ്പോഴേ നാടെല്ലാം തീയാൽ നിറച്ചോവർ. മൂപ്പർക്ക് ദേഷ്യം പിടിച്ചാലുള്ളൊരു കോലാപ്പ്. ഇത് ഒരാള് ചെന്നിട്ട് കളിയാക്കിയപ്പോ മൂപ്പൻ എന്താക്കി, ആ നാട് മുഴുവൻ അങ്ങോട്ട് ഭസ്മായി കളഞ്ഞു, തീറ്റൊരു. എന്നാ പടച്ചാമ്പുരാന് നമ്മളൊക്കെ എത്ര പ്രാവശ്യം കത്തിക്കണോ നിങ്ങൾ ചിന്തിച്ചു നോക്കി. അവന് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ വിശേഷണം ഉണ്ട് എന്നുള്ളതിന് തെളിവന്നെ അത്. അതാണ് ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു ആലിമുൽ ഗൈബി വശ്ശഹാദത്തി ഹുവർ റഹ്മാനുർ റഹീം. അല്ലാഹു എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലാ ഹു, അവനല്ലാതെ ആരാധ്യനില്ല. ആലിമുൽ ഗൈബി വശ്ശഹാദ, അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാണ് ആ രക്ഷിതാവ്. എന്നിട്ട് ഹുവർ റഹ്മാനുർ റഹീം, ആ രക്ഷിതാവ് കാരുണികനും കരുണാനിധിയുമാകുന്നു. ആര്? പടച്ചവനെ. പടച്ചവൻ കാരുണികനും കരുണാനിധിയുമാണ്. റബ്ബുൽ ആലമീനായ രക്ഷിതാവിനേക്കാൾ മനുഷ്യനോടെന്നില്ല ലോകത്തിനോട് സ്നേഹമുള്ള, കനിവുള്ള, അരിവുള്ള യാതൊരു ശക്തിയും ലോകത്തിനുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇത് സമ്മതിക്കാനായിരുന്നു അറബിയൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് മുശ്രിക്കീങ്ങൾക്ക്. വഇദാ ഖീല ലഹും ഉസ്ജുദൂ ലിർറഹ്മാനി ഖാലൂ ഫമർ റഹ്മാൻ. അവരോടെങ്ങാനും റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്യുമെന്ന് ചോദിച്ചാല് ഒരു എന്ത് ഫമർ റഹ്മാൻ, എന്താ ഈ റഹ്മാൻ റഹ്മാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാവൂലല്ലോ, എനിക്കത് മനസ്സിലാകുന്നില്ല. മനസ്സിലാവൂല, കാരണം മനസ്സിലാക്കാൻ ആദ്യം തീരുമാനിച്ചിട്ടില്ല. അള്ളാണ് അർഹമുർറാഹിമീനായ റബ്ബ്, അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും മനുഷ്യനോട് അരിവുള്ള, കനിവുള്ള, സ്നേഹമുള്ള ആൾ അള്ളാഹു ആണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്ക് ആരെ പിടിക്കാനും നമുക്ക് പറ്റൂല്ലോ. അള്ളാഹിനേക്കാൾ നമ്മളോട് സ്നേഹമുള്ള ജാത്തുണ്ടോ, ഇസ്ദുണ്ടോ, മനാത്തുണ്ടോ, ഷെയ്ഖുണ്ടോ, കുത്തുബുണ്ടോ, മൗസുണ്ടോ, ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. കാരണം മനുഷ്യനോട് ഏറ്റവും സ്നേഹമുള്ളവൻ, ഏറ്റവും കനിവുള്ളവൻ, ഏറ്റവും അലിവുള്ളവൻ, ഏറ്റവും കാരുണ്യമുള്ളവൻ പടച്ച തമ്പുരാനാണ്. അതാണ് റഹ്മാനുർ റഹീം. അവൻ കാരുണികനാണ്, കരുണാനിധിയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ അത്ര മനുഷ്യനോട് കരുണയുള്ള, മനുഷ്യനോട് അലിവുള്ള, മനുഷ്യനോട് കാരുണ്യമുള്ള ഒരു ശക്തിയും ലോകത്തിനില്ല. അതെ, ഒരു മനുഷ്യൻ വഹദ് പർവ്വതത്തിനേക്കാൾ വലിയ പാപകുമാരവുമായിട്ടാണ് സർവശക്തനായ അള്ളാഹുവിനെ സമീപിക്കുന്നതെങ്കിൽ, അവൻ ആത്മാർത്ഥമായി പാശ്ചാത്തപിക്കുകയാണെങ്കിൽ മുഴുവനും പുറത്തു കൊടുക്കാൻ പടച്ച തമ്പുരാൻ തയ്യാറാണ്. അതെ, ശിർക്ക് ചെയ്തു, വ്യഭിചരിച്ചു, കട്ടു, തോന്നിവാസം ചെയ്തു, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തൊരു വ്യക്തി അവനെന്താണ്? നരകത്തിൽ ആപതിക്കുന്നതാണ്. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. അതെ, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ, പാശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവൻ ഒഴികെ, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, ആ ആളുകൾക്ക് അല്ലാഹു തആല തിന്മയ്ക്ക് പകരം നന്മ പകരമാക്കി കൊടുക്കുന്ന. ഏത്? തൗബ ചെയ്താലേ. അപ്പൊ ഒരുപാട് തെറ്റി, എന്നിട്ടോ പാശ്ചാത്തപിച്ചു. എന്നാൽ അല്ലാഹു തആല ആ തിന്മകൾക്ക് പകരം നന്മ കൊടുക്കുന്ന. എന്നാ ഞാൻ കുറച്ചു കാലം തെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഇങ്ങനെ തിരിച്ചു തരാൻ ആരും വിചാരിക്കണം കേട്ടോ. കാരണം തെറ്റ് തന്നെയാണ് മരിക്കുന്നതെങ്കിലോ നാളെ മടങ്ങാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, നാളേക്ക് ഉണ്ടാവുമെന്നറിയോ. അപ്പോ അല്ലാഹു തആല അവന്റെ അടുക്കൽ പാശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് സന്തോഷം കാണിക്കുന്ന ആളാണ്. നമ്മളെ മനസ്സിലാക്കിയ പോലെ അല്ലാഹു തആല ക്രൂരജന്തു, അല്ലെങ്കിൽ നമ്മോട് വിദ്വേഷമുള്ളവനോ വെറുപ്പുള്ളവനോ പകയുള്ളവനോ അല്ല. നമ്മളോട് അനുഭാവമുള്ള, സ്നേഹമുള്ള, അലിവുള്ള, കാരുണ്യമുള്ളവനാണ് റഹ്മാനായ റബ്ബ്. ആ നിലക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല ആളുകളും അള്ളാഹു അല്ലാത്ത ആളുകളുടെ അടുക്കൽ പോയിട്ട് എന്താക്കുന്നത്?
കാര്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്നത്. അങ്ങനെയാണ് അവന് ശിർക്ക് ഉണ്ടാകുന്നത്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് പലർക്കും ഓരിച്ചു കൊടുക്കുന്നത്. അള്ളാഹു അല്ലാത്ത പല ആളുകൾക്കും അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അങ്ങ് ഓരിച്ചു കൊടുത്ത് അവസാനം നോക്കുമ്പോ അള്ള എന്താണ് അള്ള അല്ലാത്തത് എന്താണെന്ന് മനസ്സിലാവാത്ത കോലത്തിലെത്തി. നമ്മൾ തെരീക്കത്തുകാരൊക്കെ സ്ഥിതി പതാ. തെരീക്കത്തിന്റെ കുറെ ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടില്ലേ? ഇപ്പൊ പണ്ടൊക്കെ തരീഖത്ത് എന്ന് പറഞ്ഞാല് ഇല്ലാഞ്ഞാല് മല്ലാലഹു ഷെയ്ഖുൻ ഫശൈഖുഹു ശൈത്താൻ. ഒരാൾക്കൊരു ഷെയ്ഖ് ഇല്ലെങ്കിൽ അവന്റെ ഷെയ്ഖ് ശൈത്താനാണ് എന്നായിരുന്നു വേളറിയില്. ഇന്നിപ്പോ സമസ്തക്കാരെന്നെ പ്രസംഗിക്കുന്ന എന്താണെന്നറിയങ്ങള്? സമസ്തക്കാരെ പ്രസംഗം കേൾക്കണം നിങ്ങൾക്ക്. നീലേശ്വരം ഇസ്ലാമിന്റെ യഥാർത്ഥ പാത തുറന്നു കാണിക്കാൻ ജനസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് ജില്ലയിലെ എല്ലാ മുദരിസുമാരോടും ഖത്തീബുമാരോടും മുഅല്ലിമുകളോടും പ്രസ്ഥാന ബന്ധുക്കളോടും സുന്നി യുവജന സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അഭ്യർത്ഥിച്ചു. ശ്രദ്ധിക്കണേ. മർക്കസു ദഅവത്തിൽ ഇസ്ലാമിയയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കല്ലട്ടർ അബ്ബാസ് ഹാജി അധ്യക്ഷത വഹിച്ചു. ചെങ്കളം അബ്ദുല്ല ഫൈസി സ്വാഗതം പറഞ്ഞു. തങ്ങളും ബീവിയും മൗലിയയുമായി ചമഞ്ഞും പുതിയ മക്ബറുകൾ ഉണ്ടാക്കിയും അനാചാരത്തിന്റെ വഴി തുറന്ന് ഇസ്ലാമിനെ അവഹേളിക്കുന്ന പദ്ധതികളെ ഉന്മൂലനം ചെയ്യണമെന്നും ഔലിയാക്കളിലെ കതിരും പതിരും ജനസമക്ഷത്തിൽ നിന്ന് തുറന്നു കാണിക്കണമെന്നും യോഗം ആഹ്വാനം ചെയ്തു. ഇതാരാ പറയുന്നറിയോ? മുജാഹിദീങ്ങളല്ല, സമസ്ത കേരള സുന്നി യുവജന സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പാസാക്കിയ പ്രമേയാണ്. എന്ത്? തങ്ങളും ബീവിയും ഔലിയയുമായി ചമഞ്ഞും പുതിയ മക്ബറകൾ ഉണ്ടാക്കിയും അനാചാരത്തിന്റെ വഴി തുറന്ന് ഇസ്ലാമിനെ അവഹേളിക്കുന്ന പദ്ധതികളെ ഉന്മൂലനം ചെയ്യണമെന്നും ഔലിയാക്കളിലെ കതിരും പതിരും ജനസമക്ഷത്തിൽ തുറന്നു കാണിക്കണമെന്നും യോഗം ആഹ്വാനം ചെയ്തു. സമുദായത്തെ ഇരുട്ടിലേക്കും അവിശ്വാസത്തിലേക്കും നയിക്കുമാറ് നടമാടിക്കൊണ്ടിരിക്കുന്ന അനാചാരങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ യോഗം മുസ്ലിങ്ങളെ ഉണർത്തി. വളരെ താമസിച്ചു പോയി എന്ന് മാത്രം അല്ലേ? നമ്മളൊരു 1.5 നൂറ്റാണ്ടിനപ്പുറം പറഞ്ഞു, ഇവരിപ്പ പറയുന്നു മാത്രം. സമസ്ത ജില്ലാ സെക്രട്ടറി UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ, SY സ്റ്റേറ്റ് സെക്രട്ടറി CK മണിയൂർ, പള്ളിപ്പുഴ അബ്ദുള്ള മൗലവി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതാണ് റിപ്പോർട്ട്. ഇത് ചന്ദ്രിക 92 നവംബർ 26 ഇനിയുണ്ട്, വായിക്കുന്ന സമയല്ല. അപ്പോ സ്വന്തം അണികളെ ഇപ്പൊ പിടിച്ചിട്ട് നിൽക്കാൻ കഴിയില്ല എന്നുള്ള നിലക്കായപ്പോ ഇങ്ങനെ ചെരിച്ച് വിടുകയാണ്. അങ്ങനെയുണ്ട്, തെറ്റുണ്ട്, മോശമുള്ള ആളുകളുണ്ട് എന്നൊക്കെ. പണ്ട് ഈ തരീഖത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ കോലം എന്താണെന്ന് അറിയുന്നത്? തരീഖത്തുകാരുടെ വിശ്വാസത്തിന്റെ കോലം ഇത് തരീഖത്തുകാർക്ക് ഷെയ്ഖ് കൊടുക്കുന്ന പുസ്തകം അവർക്ക് മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ എന്നാ. അസ്റാറുൽ മുഹഖഖീൻ എന്ന അതിന്റെ പേര്. ഇതിന്റെ ആദ്യത്തെ തന്നെ പറയുന്നത് എന്താണെന്നറിയോ? ഈ കിതാബിനെ മനസ്സിരുത്തി വായിക്കുകയും മനസ്സിലാവാതെ വരുന്ന സ്ഥലങ്ങളെ ഷെയ്ഖോടും ഖലീഫമാരോടും മാത്രം ചോദിച്ചറിയുകയും ചെയ്യേണ്ടതാണ്. അത് കൂടാതെ മറ്റാർക്കും കാണിക്കുകയോ വായിക്കുകയോ ചെയ്യുന്നത് ഹറാമായിരിക്കും. വേറെ ആർക്കും ഇത് കാണിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം ആ ജാതി അതിലുള്ളു. ഞാൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതില് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം കേൾക്കണം. ഇത് ഹഖീഖത്തിൽ ഇതിന്റെ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ലോകത്തും അല്ലാഹു അല്ലാതെ ആരുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു വെളിപ്പെടുന്ന സ്ഥലമാകുന്നു എന്നാകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഒരു ലോകത്തും അല്ലാഹു അല്ലാതെ വേറെ ഒന്നുമില്ല. അതാണ് വഹദത്തുൽ വുജൂദ് എന്നാണ് അദ്വൈത സിദ്ധാന്തം. എല്ലാം ദൈവം. പണ്ട് ചെങ്ങായി റൊട്ടി ഒന്നും പറഞ്ഞില്ലേ, അക്കല റബ്ബുർ റബ്ബാൻ, ഒരു റബ്ബ് മറ്റേ റബ്ബിനെ തിന്നു. കാരണം റൊട്ടിയും പഠിച്ചവനാണ്, ഓനും പഠിച്ചവനാണ്. ഒരു പഠിച്ചവൻ മറ്റോ പഠിച്ചിട്ട് തിന്നു. ഒരു സൂഫി പാടി നായി പന്നിയൊക്കെ ഒമൽ കൽബു വൽ ഖിൻസീറു, നായും പന്നി ഒന്നും അല്ല, ഇല്ലാ ഇലാഹുന, നമ്മുടെ ദൈവങ്ങളല്ലാതെ അല്ല. അപ്പൊ പഠിച്ചോനെന്ന് പറഞ്ഞാല് ആ ചർച്ചിലുള്ള ഒരു പുരോഹിതൻ മാത്രമാണ്. അത്രേ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇലാഹു തന്നെയാണ്.
ഇതേ സിദ്ധാന്താണ് ഇത് ആര് പ്രകടിപ്പിക്കുന്നതെന്നറിയോ? ഖാദിരി തരീഖത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിലുണ്ടാക്കിയ തരീഖത്തിന്റെ ആളുകൾ സ്വന്തം മുരീദന്മാർ കൊടുക്കുന്ന പുസ്തകമാണ്. നിങ്ങൾക്ക് വേണം വായിച്ചോളാം. ഇതിന്റെ പേര് അസ്റാറുൽ മുഹഖ്ഖീഖീൻ, നമ്മുടെ തരീഖത്തിന്റെ അയലുകാർക്ക് ഖാസായി എഴുതപ്പെട്ടതാകുന്നു എന്നാണ്. بالكتب الفرد الجامع بين الشريعة والحقيقة شيخنا ومرشدنا ومولانا أبو الفضل السيد محمد جلال الدين العيدروسي النوري القادري الصوفي الرفاعي الشاذلي الجستي النقشبندي الأندروطي مولدا آلو مرقدا قدس سره. അന്തറോത്ത് ദ്വീപിൽ ജനിച്ച് ആലുവയിൽ മരിച്ച മഹാനായ ഹൈദറൂസ് കോയ തങ്ങൾ എഴുതിയ കിതാബാണ്. ഇത് എനി പറയുന്നത് കേൾക്കണമെങ്കിൽ ശൈഖിനെ എങ്ങനെ വിലയിരുത്തണം എന്നുള്ളതാണ്. ശൈഖിനെ വിലയിരുത്തേണ്ടത് എന്താ? ശൈഖിൽ നിന്നുണ്ടാകുന്ന അമ്രുകൾ അള്ളാഹുവിന്റെ കൽപ്പനയാണെന്നും ഉറപ്പിക്കൽ. ശൈഖ് എന്തെങ്കിലും പറഞ്ഞാൽ പഠിച്ചോൻ പറഞ്ഞാന്ന് വിചാരിക്കാം, എന്റെ ശർത്താട്ടോ. രണ്ടാമത്, തന്റെ ശരീരത്തെക്കാളും ജീവനേക്കാളും മറ്റ് എല്ലാറ്റിനേക്കാളും ശൈഖിനെ പിരിശം വെക്കൽ. പിന്നെ ഷെയ്ഖിന്റെ കൽപ്പനയെ ലാഹിറിൽ മഅസിയത്തിന്റെ കോലത്തിൽ എത്തിച്ചാലും അതിനെ ഗുണമോ ദോഷമോ എന്ന് നോക്കാതെ കൽപ്പനയ്ക്ക് വഴിപ്പെടൽ. ഇപ്പൊ മനസ്സിലായെങ്കിൽ ലാഹിറിൽ മഅസിയത്തിന്റെ കോലത്തിൽ, മഅസിയത്ത് എന്നാ തെറ്റ്, പ്രത്യക്ഷത്തിന് തെറ്റാണെന്ന് എനിക്ക് തോന്നിയാലും മനക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ഷെയ്ഖ് പറഞ്ഞ് അംഗീകരിക്കണം. ലാഹിറിൽ മഅസിയത്തിന്റെ കോലത്തിൽ എത്തിച്ചാലും അതിനെ ഗുണമോ ദോഷമോ എന്ന് നോക്കാതെ കൽപ്പനയ്ക്ക് വഴിപ്പെടൽ. അപ്പൊ ശേഷം ഒരു തോന്നിയാസം ചെയ്യുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കൊണ്ടാണ്. മനസ്സിലായ ശേഷം കള്ളു പിടിക്കുകയാണെങ്കിൽ അത് എനിക്ക് മനസ്സിലാക്കുണ്ടാക്കി എന്റെ ആയിരിക്കും മനസ്സിലാക്കവൻ, കാരണം അവന് മനസ്സിലാക്കണ്ടല്ലേ. അങ്ങനെ മനസ്സിലാക്കണമെന്നാണ്. ഇനി നോക്കിങ്ങള്, അപ്പോൾ അള്ളാഹു അവന്റെ നാട്ടിയായ ഹൈബത്ത് കൊണ്ട് ശേഖർ തജല്ലിയായി നിൽക്കുകയാൽ ദുൽ ജലാലി വൽ ഇക്റാം എന്ന മഖാമിൽ കിബ്രിയായി കൊണ്ട് ശേഖർ അപ്പോൾ നിൽക്കുന്നതായിരിക്കും. ശേഖർ ചില ഹാലത്തുണ്ട്, ഈ ഹാലത്തിലൊക്കെ ശേഖർ ദുൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം അള്ളാഹ് നമ്മൾ വിളിക്കുന്നില്ലേ, ആ മഖാമിലായിരിക്കും ആ സമയത്ത് ശേഖർ. ഇത് ആദ്യാവസാനം പറയാനിപ്പോ സമയമല്ലേ, ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. ഇനി നേരത്തെ പറഞ്ഞ തന്നെ ഷെയ്ഖിന്റെ ഹദറത്തിൽ വെച്ച് തന്നിൽ നിന്നും ലാഹിറാകുന്ന എല്ലാ മാനസികമായ സൂറത്തുകളും ഹക്കാണെന്ന് ഉറപ്പിക്കുക. ഷെയ്ഖിന്റെ ഹദറത്തിൽ വെച്ചിട്ട് തന്നിൽ നിന്ന് വെളിവാകുന്ന എല്ലാ മാനസികമായ സൂറത്തുകളും എന്ത് വന്നാലും ശരി അത് ഹക്കായിരിക്കും, നമുക്ക് മനസ്സിലാക്കുകൊണ്ടാണ്. അത് ശരീഅത്തിന്റെ മാറ്റമായ സൂറത്താണെങ്കിലും അതിന്റെ തത്വം തനിക്കറിവില്ലെങ്കിലും ഷെയ്ഖിന് അതിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയും എന്ന് ദൃഢമായി ഉറച്ച് തന്നെ ഷെയ്ഖിന് അർപ്പിക്കുക. എനിക്കത് മനസ്സിലായിട്ടില്ലെങ്കിലും ഷെയ്ഖിന് അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഷെയ്ഖ് വിചാരിച്ച മാതിരി ഞാനും വിചാരിച്ചു എന്ന് വിചാരിച്ച് ഷെയ്ഖിന് അങ്ങോട്ട് അർപ്പിക്കാന്ന. ആരെ? തന്നെ. ഇതാണ് എന്താവുക, ചങ്ങായി മുരീദാവുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഷെയ്ഖ് തോന്നിയാസം ചെയ്യുകയാണെങ്കിലും എനിക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്താക്കുക, ഷെയ്ഖിന് അങ്ങോട്ട് അർപ്പിക്കുക. ഇങ്ങനെ ആയിത്തീരണം. എന്നാലേ എന്താവുള്ളൂ, തരീഖത്തിന്റെ ഷെയ്ഖാവുള്ളൂ, തരീഖത്തിന്റെ മുരീദാവുള്ളൂ. അവൻ ആദ്യം എന്താ വേണ്ടെന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറ്റുകയാണ് വേണ്ടത്. ഈ ലോകത്ത്, ഈ ഒരു ലോകത്തും അല്ലാഹു അല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുക. അതാണ് അല്ലാഹു അക്ബർ ലാ ഉരീദു സിവാഹു ഹൽ ഫിൽ വുജൂദി ഹഖീഖതൻ ഇല്ലാഹു. അല്ലാഹു അക്ബർ ലാ ഉരീദു സിവാഹു. അല്ലാഹു അക്ബർ, അല്ലാഹു മഹാനാണ്. ലാ ഉരീദു സിവാഹു, അവനല്ലാതെ മറ്റൊന്നും എനിക്ക് ഉദ്ദേശമില്ല. ഹൽ ഫിൽ വുജൂദി ഹഖീഖതൻ ഇല്ലാഹു. അല്ല, സത്യത്തിന് ദുനിയാവിൽ അല്ലാതെ വേറെന്തോ എന്നാണ്. ലാ മൗജൂദില്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ലാ മൗജൂദ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാത്തൊരു വസ്തു ഉണ്ടായിട്ടില്ല, കാണുന്നതൊക്കെ അല്ലാഹയാണ്. അതല്ലേ
ഇബ്നു അറബി പറഞ്ഞു മാഫിൽ ജുബ്ബത്തി ഇല്ലല്ലാഹ്. മൂപ്പരെ ജുബ്ബ അങ്ങനെ പിടിച്ചിട്ട് പറയാണ് മാഫിൽ ജുബ്ബത്തി ഇല്ലല്ലാഹ്. ജുബ്ബത്തിനുള്ളിൽ അല്ല അല്ലാണ്ടില്ല. എന്റെ ഉള്ളിലുള്ള ആ ജുബ്ബയിലുള്ള ഓ തന്നെയാ. എന്നിട്ട് പറയാ അല്ല അല്ലാണ്ടില്ല. അതിന്റെ അർത്ഥം ഞാൻ അള്ളയാണ്. അങ്ങനെ അള്ളാഹു അല്ലാത്ത മറ്റൊന്നും ഈ ലോകത്തിലില്ല എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ കാണുന്നതെല്ലാം അള്ളാഹു ആണെന്ന് വിശ്വസിക്കുന്ന വഹദത്തുൽ വജൂദിന്റെ ആളുകളാണ് സത്യത്തിൽ ഇതിന്റെ പിന്നിലുള്ളത്. ഈ കാണുന്ന തരീഖത്തുകളുടെയും നൂലാമാലകളുടെയും എല്ലാം പിന്നിലുള്ളത് അതാണ്. മനസ്സിലായ? വഹദത്തുൽ വജൂദിന്റെ ആളുകളാണ്. അല്ലാഹു തആല അതിയൊളിവായി, അത് താൻ വെളിവായി, അത് പിന്നെ ആദമായി വന്ന് ദുഹൂറായി, അംബിയ ഔലിയ ആയി വന്നു അവസാനം മക്കത്തത് തന്നെ വന്നു. വഹദത്ത് മാല എന്ന് പറഞ്ഞ മാലുണ്ട്. അതിൽ പറയാണ് ആദി ഒളിവായി. ആദി എന്ന് പറഞ്ഞാൽ അവൽ, യാ അവൽ യാ ലാഹിർ യാ ബാത്തിൻ എന്ന് പറഞ്ഞില്ലേ? യാ ആഖിർ യാ ലാഹിർ ബാത്തിൻ യാ ബാത്തിൻ എന്ന് പറഞ്ഞാൽ അവൽ, ആദി. ആദി ഒളിവായി. ഒളിവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രകാശായി. അത് പിന്നെ വെളിവായി, അതിങ്ങോട്ട് പുറത്തു വന്നു. അത് പിന്നെ ആദമായി വന്ന് ളുഹൂറായി. പിന്നെ ആദമായിട്ട് വന്നതും അത് തന്നെ. ഏത്? ആദി എന്ന് പറഞ്ഞാൽ അല്ല പ്രകാശമായി, പ്രകാശം കൊണ്ട് വെളിച്ചത്ത് വന്നിട്ട് പിന്നെ ആദമായി വന്നു. ആര്? അല്ലാഹു തആല. നോക്കികള്, ഞാൻ പാടുമ്പോൾ ശ്രദ്ധിക്കാൻ മനസ്സിലാവും. ആദി ഒളിവായി, അത് താൻ വെളിവായി, അത് പിന്നെ ആദമായി വന്ന് ളുഹൂറായി, അംബിയ ഔലിയ ആയി വന്നു അവസാനം മക്കത്തത് തന്നെ വന്നു. എന്നിട്ട് ആദമായിട്ട് ആദ്യം വെളിവായിട്ട് പിന്നെ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരായിട്ട് ഇങ്ങനെ മാറി 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 വന്നിട്ട് അവസാനം മക്കത്തത് തന്നെ വന്നു. അവസാനം മക്കത്ത് വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് തന്നെയാണ്. ഏത്? അല്ലാഹു. ആ അല്ല തന്നെയാണ്. എന്നിട്ട് തീരുവോ? പൂർത്തീകരിക്കാത്തതിൽ പിന്നെ വരവായി വെളിവായി പെരുത്തു ളുഹൂറാത്തുകൾ വലിമാരായി. അന്ന് തീരാത്ത കൊണ്ട് ഇനി നബി വരൂല, ഇനി ഔലിയാക്കന്മാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന. ഏതുവരെ? അത് നിലക്കുന്നാള് നാളവസാനം. അമ്പിയാക്കന്മാർ, ആ ഔലിയാക്കന്മാർ അവതാരം നിന്നാൽ അന്നാണ് ഉണ്ടാക്കുക, ലോകം അവസാനിക്കുക. അപ്പോ ഈ അമ്പിയാക്കന്മാര് ഔലിയാക്കന്മാര് എന്നൊക്കെ പറഞ്ഞാൽ ദൈവ അവതാരമാകുന്നു. അള്ള ഒളിവായിട്ട് വന്നിട്ട് അവതരിച്ചു എന്നല്ലേ ഇപ്പൊ പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ മാരി മൗലൂദ് ഒട്ടാകെ ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഏതാണ്ട് ശരിയാന്ന് തോന്നുക. അല്ലെങ്കിൽ ശരിയാവില്ല. ഇതെങ്ങനെയാ ശരിയാവാത്തത്? നിങ്ങൾ നോക്കി, മങ്കൂസ് മൗലൂദ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مغمدا. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിട്ടപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെ മുതുകിലായിരുന്നു? ഇബ്രാഹിം നബിയുടെ മുതുകിലായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ആ തീ കെട്ടുപോയി. ഏത്? ഇബ്രാഹിം നബിന്റെ തീ, നമ്രൂദിന്റെ തീ ഉണ്ടല്ലോ ഇബ്രാഹിം നബിനിട്ടെ, അത് കെടാൻ കാരണം മുഹമ്മദ് നബിന്റെ പ്രകാശം ആ സമയത്ത് ഇബ്രാഹിം നബിയിലായിരുന്നു. വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം ഇബ്രാഹിം നബിയുടെ മുതുകിലായിരുന്നു. ഹീന ഉൽഖിയ ഫിന്നാരി, അദ്ദേഹത്തെ തീയിലിട്ടപ്പോൾ അങ്ങനെ ഫസാറ ലഹബുഹാ മുഹമ്മദ, ആ തീയിന്റെ ആളങ്ങൾ എന്തായി? കെട്ടുപോയി. അത് നബിയുടെ പ്രകാശം. ഈ അവർ തന്ന ബൈത്തില് മൊഹീദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അവർ തന്ന ബൈത്ത് എന്ന് പറഞ്ഞാൽ മൂപ്പര് തന്ന ബൈത്ത് എന്നാ. വകുന്തു മഅ ഇബ്രാഹീമ മുൽഖം ബിനാരിഹി വമാ ബാറദൻ നീറാനു ഇല്ലാ ബിദഅവതി. ഞാൻ ഇബ്രാഹിം നബിയെ തീയിലിട്ട സമയത്ത് ഇബ്രാഹിം നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. ആര്? മൊഹീദ്ദീൻ ശൈഖ്. മൊഹീദ്ദീൻ ശൈഖ് ഇബ്രാഹിം നബിനെ തീയിലിട്ടപ്പോൾ ഇബ്രാഹിം നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ പ്രാർത്ഥന കൊണ്ടാണ് എന്തായത്? ആ തീ തണുത്ത്. ഖുർആനിൽ എന്ത് പറയുന്നു? ഇബ്രാഹിം നബിനെ തീയിലിട്ടു. ഇബ്രാഹിം
അല്ലാഹു പറയാ, ഞാൻ ആ തീയിനോട് തണുപ്പാകാൻ വേണ്ടി പറഞ്ഞു, രക്ഷയുമാകാൻ വേണ്ടി പറഞ്ഞു. അവര് ആ ഇബ്രാഹിമിനെ വഞ്ചിച്ച് നശിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു, പെട്ടവരിൽ പെട്ടവരായി എന്ന് പറഞ്ഞാല് തീ തണുപ്പായത് അള്ളാഹ് പറഞ്ഞിട്ടാണ് പഠിച്ചോ ഖുർആനിൽ പറയുന്നത്. മുഹമ്മദ് നബിന്റെ പ്രകാശം ഉണ്ടായിട്ടാണ് എന്നാണ് മങ്കൂസ് മൗലൂദ് പറയുന്നത്. അതൊന്നല്ല, ഞാൻ കൂടെ ഉണ്ടായത് കൊണ്ടാണെന്നാണ് മൊഹീദ്ദീൻ ഷെയ്ഖ് പറയുന്നത്. ഏതാ വിശ്വസിക്കാം? മങ്കൂസ് മൗലൂദോ വിശ്വസിക്കാം, അതല്ലെങ്കിൽ അവർ ചൊന്ന ബെയ്ത്തോ വിശ്വസിക്കാം, അല്ലെങ്കിൽ ഖുർആനോ വിശ്വസിക്കാം. ഖുർആൻ നേർക്ക് വിശ്വസിക്കാൻ ഒരു കുഴപ്പമില്ല, പഠിച്ചോൻ പറഞ്ഞ. മറ്റത് വിശ്വസിക്കണം ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക്. ഏത്? അദ്വൈത സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക്, ഈ ദൈവാവതാരത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക്. കാരണം എന്താണെന്നറിയോ? ഈ ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാലും മുഹമ്മദ് നബി എന്ന് പറഞ്ഞാലും മൊഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്നായിരുന്നു. ഞാൻ അന്ന് ഉണ്ടായിരുന്നു എന്ന് മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞാൽ ശരിയാണ്. കാരണം അന്ന് അവതരിച്ച ആ ദൈവം തന്നെ അവിടെ അവതരിച്ച്. നബിയുടെ പ്രകാശം അന്നുണ്ടായിരുന്നു പറഞ്ഞാൽ അതും ശരിയാണ്. കാരണം ആ പ്രകാശം തന്നെയാണ് ഇവിടെയും വന്ന്. അതേ സമയത്ത് ഖുർആൻ നേരിട്ട് പറയുകയാണെങ്കിലോ ഒരു കുഴപ്പമില്ല. ഇതുപോലെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതും പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുന്നതും എല്ലാം പരിശുദ്ധ ഖുർആനിൽ കൂടി നാം മനസ്സിലാക്കിയാൽ അബദ്ധമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ചെന്നുപെടുന്നത് ഈ ഇതിൽപ്പെട്ടതാ. ഏത്? വഹദത്തുൽ വജൂദിലോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും സിദ്ധാന്തങ്ങളിലോ ആയിരിക്കും. കണ്ടുന്നതൊക്കെ അല്ല. അതെ, പൂച്ചയല്ല, പട്ടിയല്ല, കാക്കയല്ല, ഞാനും അല്ല, നീയുമല്ല എന്ന സിദ്ധാന്തമാണ് അദ്വൈത സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ. ഈ അദ്വൈത സിദ്ധാന്തക്കാരുടെ സിദ്ധാന്തങ്ങളുടെ വാലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. ഇവര് വിശ്വസിക്കുന്ന വിശ്വാസങ്ങളാണിത്. ഇത് തന്നെ ഭാഷ മാറ്റിയിട്ട് നമ്മള് വേറൊരു പേരെടുത്തോണ്ട് കാര്യമുണ്ടോ? അവര് മലയാളത്തിലോ സംസ്കൃതത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ പറയും, നമ്മളോ അറബി പറയും. പഠിച്ചാന് പേര് നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പണ്ടൊരു ചങ്ങായി നെയ്യിന്റെ പാൻറ്റിന്റെ നമ്മൾ എഴുതി വെച്ചിരുന്നത്രേ മണ്ണെണ്ണ. ഇതെന്തിനാന്ന് ചോദിച്ചപ്പോ ഉറുമ്പ് കിടക്കുന്നതിനാണ്. ഉറുമ്പ് ബലന്താ എഴുതി വെച്ച് നോക്കിയിട്ടാ കിടക്കല്. മണ്ണെണ്ണ എന്ന് നെയ്യിന്റെ പാൻറ്റിന്റെ നമ്മൾ എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? ഉറുമ്പ് ഇത് വായിച്ചു നോക്കിയിട്ട് അങ്ങോട്ട് പോലെ അല്ല. അതുപോലെ പഠിച്ചോൻ ഇജെന്താ ഇതിന്റെ പേര് പറഞ്ഞ്? ബർക്കത്ത് എന്നാണോ പറഞ്ഞ്? അതല്ല ഭസ്മ എന്നാണോ പറഞ്ഞ്? മെരീജ എന്നാണോ പറഞ്ഞ്? അന്ന് നോക്കിയിട്ടല്ല. എന്താണോ ഈ ചെയ്യുന്നത് അതാ പഠിച്ചോൻ വിലയിരുത്തുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് ചോദിച്ചാല്, ഇന്ന് നമ്മുടെ ഇടയിൽ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസത്തിനെ അത് ചീത്തയാക്കാനും നശിപ്പിക്കാനും വേണ്ടിയിട്ട് അമുസ്ലിംകൾ വളരെ ജാഗ്രതയോടുകൂടി സൂക്ഷിച്ച് കടന്നു വരുന്നുണ്ട്. ഇത് ഇന്ന് തുടങ്ങിയതല്ല, വളരെ കാലം മുമ്പ് തുടങ്ങിയതാണ്. ഇപ്പൊ ചില ആളുകൾ സമ്മതിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ റസാഖ് മസ്താനൊക്കെ വന്നപ്പോ, അബ്ദുൾ റസാഖ് മസ്താനൊക്കെ, അബ്ദുൾ റസാഖ് സ്വാമി ഉണ്ടല്ലോ, വിഷ്ണുദാസായ, അതൊക്കെ അങ്ങോട്ട് വന്നപ്പോ ചില ആളിപ്പോ പറയാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഉണ്ട്. അതാ ഞാനിപ്പോ നേരത്തെ വായിച്ച റിപ്പോർട്ട്. ഇത് ഇങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ വരുന്നുണ്ട് എന്ന്. കൂട്ടരെ, ഇത് ഇന്ന് തുടങ്ങിയതല്ല, വളരെ മുമ്പ് തുടങ്ങിയതാണ്. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാര് ഈ കാര്യത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഉണർത്തിയത്. നമ്മുടെ വിശ്വാസങ്ങള് ബുദ്ധിപൂർവമായിരിക്കണം, ഖുർആനും സുന്നത്തും അനുസരിച്ചായിരിക്കണം. എന്നാൽ നാം ബുദ്ധിയും തന്റെ ഇടവും അന്തസ്സുമുള്ളവരായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ, എലീനെ ആരാധിക്കുന്ന ആളുകളുണ്ട്, പൂച്ചനെ ആരാധിക്കുന്നവരുണ്ട്, കുരങ്ങിനെ ആരാധിക്കുന്നവരുണ്ട്, പാമ്പിനെ ആരാധിക്കുന്നവരുണ്ട്, പശുവിനെ ആരാധിക്കുന്നവരുണ്ട്, അല്ലേ? എന്നാല് ഈ എലി, പൂച്ച, പശു, കുരങ്ങ് ഇതൊക്കെ ആരാധിക്കുമ്പോ ഇവർക്ക് എന്തെങ്കിലും ആ വസ്തുവിനെ എനിക്ക് ചെയ്തു തരാൻ പറയാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ടോ? ഉണ്ടാവണല്ലോ, അല്ലെങ്കിൽ ചെയ്യില്ലല്ലോ. സത്യത്തിൽ അതുണ്ടോ? ഇല്ല. വിട്ടിട്ടാണ് ചെയ്യുന്നത് മുഴുവൻ. ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരുപാട് ഗവേഷണം നടത്തി, വളരെയേറെ ഗവേഷണങ്ങളൊക്കെ നടത്തി, പഠിച്ച് ശ്ലോകങ്ങളൊക്കെ പറഞ്ഞിട്ടാ ഭയങ്കര ചിന്തിക്കാതെ ചെയ്താന്ന് പറഞ്ഞുകൂടാ. ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. എങ്ങനെയാ ചിന്തിച്ചതെന്നറിയോ? പണ്ട് ചെങ്ങായി പോത്തിന്റെ കൊമ്പിനുള്ളിൽ ചാടിയില്ലേ?
അത് കേട്ടിട്ടുള്ളത്. ഒരു ചങ്ങായി പണിക്കൊരു ഒരു എരുമന വാങ്ങി. വാങ്ങി വെക്കുമ്പോ നല്ല കൊമ്പ്, സുഖമായൊരു കൊമ്പ്. ഇതിനുള്ളിൽ കൂടെ ചാടിയാലോ എന്ന് മൂപ്പർക്ക് ഇങ്ങനെ വേണ്ട. കുറച്ചു കാലം കഴിഞ്ഞ് ഇങ്ങനെ 5-6 മാസം കഴിഞ്ഞ് ഒരു ദിവസം മൂപ്പൻ എന്താക്കി, ഒരുങ്ങി കൊമ്പിനുള്ളിൽ കൂടെ അങ്ങോട്ടൊരു ചാട്ടം, കൊണ്ടിന് കുടുങ്ങിപ്പോയി. എരുമതിന് ഇയാളെയും കൂടെ ഓടുകയല്ലേ, ഭയങ്കര നിലവിളി. ആളുകളൊക്കെ ഓടി വന്ന് എങ്ങനെയോ എരുമ തള്ളിയിട്ട് ഇയാളെ പിടിച്ചെടുത്തു. എന്തൊരു പണിയാ പണിക്കരെ ഞങ്ങൾ ചെയ്ത്. ഒന്ന് ചിന്തിക്കേണ്ടേ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോ അത് മാത്രം നിങ്ങൾ പറയരുത്. ഞാൻ 6 മാസമായി ചിന്തിക്കുന്നു. എങ്ങനെയാ ചെയ്യേണ്ടത്? ചിന്തിക്കാതെ കുഴപ്പമില്ല, അതുപോലെ ഗവേഷണം ചെയ്യാതെ കുഴപ്പമില്ല. വളരെയേറെ ഗവേഷണം ചെയ്തതിന് ശേഷമാണ് തീരുമാനത്തിലെത്തി. പക്ഷെ എത്തി നോക്കുമ്പോ അവസ്ഥ ഉദാഹരണമായിട്ട് നിങ്ങൾ നോക്കി, നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ജനിച്ചു, അവൻ വളർന്നു, അവൻ തെക്ലീഫിന്റെ പ്രായത്തി, അങ്ങനെ ആവുമ്പോ എന്താവും? ഓം വിശ്വസിച്ചു, വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിച്ചു, എന്നാൽ അവൻ അള്ളാഹുവിന്റെ അടുത്തേക്ക് മുഖറബായി, കൂടുതൽ സാമീപ്യം സിദ്ധിച്ച് മഹാനായി തീരാം. അങ്ങനല്ലേ? അപ്പൊ ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അവന് ലഭിക്കുന്ന സ്ഥാനത്തിനാണ് എന്ത് പറയുന്നത്? തഖർറുബിലല്ല, അള്ളാഹുവിലേക്കുള്ള സാമീപ്യം സിദ്ധിക്കാന്ന് പറഞ്ഞു. ചില ആളുകള് വരുമ്പം തന്നെ ഇതുമായിട്ടാ പറഞ്ഞത്. വരുമ്പം തന്നെ, പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഈ അഹമ്മദുൽ കബീർ റിഫായിനെ സംബന്ധിച്ചിരുന്ന പാട്ടുണ്ട്. അതിന് പറഞ്ഞെന്താ അറിയോ? അടിമാധുനിയാവിലിറങ്ങുവാനായിട്ട് അല്ലാടേകൽ കേട്ടാരേ മോഷിന്തോവർ, സ്വർഗം എനിക്കും എൻ വയ്യാൽ തുടർന്നോർക്കും, സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാൻ എന്നോവർ. ഉമ്മാന്റെ വയറ്റിന് സത്യാഗ്രഹം. പഠിച്ചവന് പ്രസവിക്കാൻ വേണ്ടി പറഞ്ഞു, എനിക്കും എന്റെ മുരീനന്മാർക്കും സ്വർഗം തരാന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങാം. അവിടെ വെച്ചിട്ട് എന്താക്കുക? സമരം ചെയ്യണേ. അവസാനം അവർക്കന്ന് 4 സൂവർഗം കൊടുത്താരെ, ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നവർ. അല്ല 4 സ്വർഗം ശരി ഉണ്ടായിക്കോ, 4 ഇരിച്ചത് വയറ് കാലിയാക്കുന്നു വന്നിട്ട് അവിടെ ഇറക്കി പറഞ്ഞാ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ആളാണെങ്കിൽ തന്നെ ഒരാളെ ഒലിയാകുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ പ്രവർത്തനവും വിശ്വാസവും അനുസരിച്ചല്ലേ? അയാളുടെ പ്രവർത്തനവും വിശ്വാസവും അനുസരിച്ച് സർവശക്തനായ അള്ളാഹുമായിട്ടുള്ള സാമീപ്യം ലഭിക്കുമെന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. ഇവിടെ പറയുന്ന ഉമ്മാന്റെ പള്ളേന്ന് പോരുമ്പം തന്നെ 30 ഔലിയായിരുന്നു, 30 മുരീദന്മാരുണ്ടായിരുന്നു എന്നാണ്. ഇങ്ങനെ മനുഷ്യന്റെ മനസ്സെന്ത് പറഞ്ഞാലും സ്വീകരിക്കുന്ന വിധത്തിലാക്കി മാറ്റി, അങ്ങനെ ഒരു പിടി പോപ്പുമാരുടെ അല്ലെങ്കിൽ എന്തായാലും പറയേണ്ടത് വിജ്ഞാന വഞ്ചകരായ നേതാക്കന്മാരുടെ കയ്യിലായി മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ ഹൃദയം. അവർ വിചാരിച്ച പോലെ പാകപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായി. ആ സമയത്താണ് ഇസ്ലാഹി പ്രവർത്തകന്മാർ സടകുടഞ്ഞെഴുന്നേറ്റ് ഈ ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. ഇപ്പോഴാണ് ആളുകൾ ചിന്തിച്ചു നോക്കുന്നത്, ആടാ ഞാൻ പിന്നിട്ട വഴി ഇത്രയൊക്കെ ആയിരുന്നോ, എന്തൊരു വിഡിത്താണ് ഞാൻ ചെയ്തത് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ചിന്ത എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇന്ന ശർറദ്ദവാബ ഇൻദല്ലാഹി അസ്സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ചീത്ത ജന്തുക്കൾ അസ്സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ, മൂകരും ബധിരരുമായി ബുദ്ധി ഉപയോഗിക്കാതെ ജീവിക്കുന്ന ആളുകളാണെന്നാണ് പടച്ചതമ്പുരാൻ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ചിന്തിക്കാൻ വേണ്ടി പറയുന്ന ഒരു പ്രസ്ഥാനാണ്, അല്ലെങ്കിൽ മതാണ് ഇസ്ലാം. ചിന്തിക്കണം. നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, ഉമ്മാരുടെ വയറ്റിൽ നിന്നും വലിയായിട്ട് പുറത്തു വന്നാൽ അവൻ ഈ ലോകത്തെന്ത് മഹത്വമാണുള്ളത്. അവന്റെ പ്രവർത്തനം കൊണ്ടോ അവന്റെ വിശ്വാസം കൊണ്ടോ നേടിയെടുത്തതല്ല, അവന് കുടുംബപരമായിട്ട് കിട്ടിയൊരു സ്വത്തല്ലേ. അതാണോ ഇസ്ലാം? അല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പൈതൃകമായി കിട്ടുന്നതല്ല, കുടുംബ സ്വത്തായിട്ട് അനന്തരം കിട്ടുന്നതല്ല. മറിച്ച് ഒരു വ്യക്തി അവൻ വിശ്വസിക്കുകയും വിശ്വാസമനുസരിച്ചുള്ള കർമ്മങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ അവന് ലഭിക്കുന്ന സ്ഥാനമാണ് മുസ്ലിം.
അല്ലെങ്കിൽ മുഅ്മിൻ, അല്ലെങ്കിൽ അത്തഖർറുബു ഇലല്ലാഹ്, വെക്കിലിയിൽ കിട്ടുന്ന. അല്ലാതെ ബാക്കിയുള്ള ആളുകള് പണ്ടൊക്കെ ഉമ്മയും ബാപ്പയൊക്കെ നന്നായിരുന്നു, അതുകൊണ്ട് ഉമ്മാന്റെ മോനായി ജനിച്ചപ്പോ നല്ല മുഅ്മിനായി ജനിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇല്ല. ഓരോ വ്യക്തിയും ഉൾക്കൊള്ളേണ്ട കാര്യമാണ് ഇസ്ലാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസപരമായി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ചുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ കിതാബുകളെ സംബന്ധിച്ചുള്ള വിശ്വാസം, യൗമുൽ ആഖിറിനെ സംബന്ധിച്ചുള്ള വിശ്വാസം, ഈ വിശ്വാസപരമായിട്ടുള്ള പാളിച്ചകളാണ് മനുഷ്യരിൽ ആദ്യം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മുടെ ജന്മശത്രുവാകുന്ന ഇബ്ലീസ് ശ്രമിച്ചത്. അങ്ങനെ പരലോകത്തെ സംബന്ധിച്ചും എന്തോ ചില കെട്ടുകഥകളാണ് നമ്മുടെ വിശ്വാസം. യഥാർത്ഥ വിശ്വാസമല്ല. പരലോകത്ത് എന്നാല് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞെന്താണ്, പഠിപ്പിച്ചെന്താണ്? മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും പരലോകത്ത് വിലയിരുത്തുകയും ആരുടെ ഗുണത്തിന്റെ ഭാഗമാണ് ഘനം തൂങ്ങുന്നത് അവൻ സ്വർഗത്തിലാണ്, ആരുടെ ഗുണത്തിന്റെ ഭാഗമാണോ ഘനം കുറയുന്നത് അവൻ നരകത്തിലാണ്, അവന്റെ സങ്കേതം നരകമാണ് എന്നാണ് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത്. പണ്ടൊക്കെ നിങ്ങൾ കേട്ടില്ല വഅദ് പറയുന്ന സമയത്ത്? പണ്ട് കുറെ പ്രായമുള്ള ആൾക്കറിയാം വഅദ് പറയുമ്പോ വഅദ് തുടങ്ങലെന്നാ അറിയോ? ഇത് പറഞ്ഞുകൊണ്ടാ, ഈ കാര്യം പറഞ്ഞുകൊണ്ടാ വഅദ് തുടങ്ങന്നെ. രാത്രിയത്തെ വഅദ് ഇസ്ലാമിയത്തെന്ന 5 രാജനൂലും വല്യമാൻ എന്ന 6 മണി കോർത്ത് കുതിരത്തെന്ന വേലി കൊണ്ട് വേലി കെട്ടിയേൽ വന്ന വെള്ളം കൊണ്ട് നനച്ചുണ്ടാക്കി മൗത്തെന്ന വാളുകൊണ്ട് കൊയ്തെടുത്ത് കബറെന്ന അറയിലിട്ട് മഹ്ശറാ മുറ്റത്തിട്ട് ഹിസാബിയത്തെന്ന കാറ്റോല കൊണ്ട് പാറ്റി ഈമാനുള്ള അരിയുള്ള മണികളെ സ്വർഗമെന്ന കളത്തിലുമിട്ട് കഫ്രിയത്തെന്ന ധൂളിയുള്ള മണികളെ നരകമെന്ന കൊണ്ടിലുമിട്ട് കരിക്കുന്ന ഹഖ്ഖു തആല അസ്സ വജൽ. അപ്പൊ എന്താന്ന് വെച്ചാല്, അതുകൊണ്ട് ശിർക്കിന്റെ കാര്യം വളരെ ശ്രദ്ധിക്കുക. ശുദ്ധമായ തൗഹീദിൽ അടിയുറത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു അതിന് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കന്മാർ, സ്നേഹിതന്മാർ, സഹോദരന്മാർ, ഭാര്യ, സന്താനങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും അല്ലാഹു തആല അവന് യഥാർത്ഥ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുവാനും മുഅ്മിനായി മരിക്കുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഈ പരിശുദ്ധ റമദാനിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾ ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും നിന്റെ സാലിഹായ അമലാക്കി നാളെ പരലോകത്ത് ഞങ്ങളുടെ മീസാനിൽ എത്തിച്ചേർന്ന തമ്പുരാനെ, നിന്റെ യഥാർത്ഥ ദാസന്മാരായി ഈ ദുനിയാവിൽ ജീവിച്ച് മുഅ്മിനുകളായി മുത്തഖീങ്ങളായി മരിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരുമിച്ച് കൂടാൻ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സന്താനങ്ങൾ, ഭാര്യമാർ, ഞങ്ങളുടെ സ്നേഹിതന്മാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. അതുകൊണ്ട് ശിർക്കിന്റെ കാര്യം വളരെ ശ്രദ്ധിക്കുക. ശുദ്ധമായ തൗഹീദിൽ അടിയുറത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു അതിന് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കന്മാർ, സ്നേഹിതന്മാർ, സഹോദരന്മാർ, ഭാര്യ, സന്താനങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും അല്ലാഹു തആല അവന് യഥാർത്ഥ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുവാനും മുഅ്മിനായി മരിക്കുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഈ പരിശുദ്ധ റമദാനിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾ ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും നിന്റെ സാലിഹായ അമലാക്കി നാളെ പരലോകത്ത് ഞങ്ങളുടെ മീസാനിൽ എത്തിച്ചേർന്ന തമ്പുരാനെ, നിന്റെ യഥാർത്ഥ ദാസന്മാരായി ഈ ദുനിയാവിൽ ജീവിച്ച് മുഅ്മിനുകളായി മുത്തഖീങ്ങളായി മരിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരുമിച്ച് കൂടാൻ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സന്താനങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ സ്നേഹിതന്മാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതൽ തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.